മഹത്തായ ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ, അതുപോലെ വേദിയിലും സദസ്സിലുമുള്ള മഹത് വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെയൊക്കെ പ്രിയങ്കരനായ എം പി മൊയ്തു ഹാജി എന്നറിയപ്പെടുന്ന, നമ്മളൊക്കെ വിളിക്കുന്ന എം പി വളരെ ഉത്സാഹത്തോടെ നമ്മുടെ പരിപാടികളിലൊക്കെ സജീവമായി നിറസാന്നിധ്യമായിരുന്ന എം പി നമുക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. മനസ്സിനെ വിശ്വസിപ്പിച്ചേ മതിയാവൂ. എം പിയുടെ അനുസ്മരണ യോഗത്തിലാണ് നാമെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മരണവാർത്ത എന്നെ അറിയിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മരുമകനാണ്. ഞാനും എൻ്റെ കുടുംബവും സ്ഥലത്തുണ്ടായിരുന്നില്ല. ആ ഒരു വാർത്ത കേട്ട ഉടനെ എത്താൻ പറ്റാത്ത ദൂരത്തിലായതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവുമെങ്കിലും എനിക്കിപ്പോഴും ഞാനിതിലെ ഈ റോഡിൻ്റെ വളവ് തിരിഞ്ഞ് പോകുമ്പോൾ, എൻ്റെ വീട്ടിലേക്കുള്ള ഈ വളവ് തിരിഞ്ഞ് പോകുമ്പോൾ അവിടെ ഇരുന്ന് കൈകൊണ്ട് ഇങ്ങനെ കാട്ടുന്നത് പോലെ എന്നും തോന്നാറുണ്ട്. നമുക്കൊക്കെ അറിയാം, നമ്മുടെ ഈ ഫൈൻ കെയറിൻ്റെ പരിപാടിയിലൊക്കെ വളരെ സജീവമായി ഒരു ചെറു പുഞ്ചിരിയോടുകൂടി നടന്നിരുന്ന ആ മഹാമനുഷ്യൻ അദ്ദേഹത്തിൻ്റെ മരുമകളിൽ നിന്ന് മനസ്സിലായത്, അദ്ദേഹം യാത്രക്ക് വേണ്ടി എല്ലാം തയ്യാറായി പോയതുപോലെയാണ്. അദ്ദേഹത്തിൻ്റെ അവസാന നടപടിക്രമങ്ങൾക്കുള്ള പണം പോലും എൻ്റെ കട്ടിൻ്റെ അടിയിൽ വെച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പുഞ്ചിരി ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോവില്ല. ഫൈൻ കെയർ എന്ന ഈ ഒരു പാലിയേറ്റീവിന് നമ്മുടെ നാടിന്, നമ്മുടെ പഞ്ചായത്തിന് ഒരു മുഖം തന്നിരിക്കുന്നത് അദ്ദേഹം നമുക്ക് വിട്ടു നൽകിയ ഈ ഒരു വീട് തന്നെയാണ്. അദ്ദേഹം വിട്ടു നൽകിയ ഈ ഒരു വീട് ഫൈൻ കെയറിന് ഒരു ചിത്രം വരയ്ക്കാനുള്ള ഒരു ക്യാൻവസ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഫൈൻ കെയർ ഇവിടെ ആയിരുന്നില്ല എങ്കിൽ ഒരു പക്ഷേ ഇത്രത്തോളം ഡെവലപ്മെൻറ്റ് ഫൈൻ കെയറിന് ഉണ്ടാകുമായിരുന്നില്ല എന്ന് വിശ്വസിക്കുന്നു. കാരണം അദ്ദേഹം നമുക്ക് സന്തോഷത്തോടെ വീട് ഫൈൻ കെയറിന് വിട്ടു തന്നു. അതിനുശേഷം നമ്മുടെ ചെയർമാൻ ചോദിക്കുന്നത് പോലെ ഇവിടെ ഒരു സ്റ്റേജായി, അവിടെ ഒരു റിസപ്ഷനായി, നേഴ്സിംഗ് ഹോമായി, അങ്ങനെ എന്തൊക്കെ അദ്ദേഹത്തോട് നമ്മൾ ചോദിച്ചിട്ടുണ്ടോ അതൊക്കെ സമ്മതത്തോടെ നമുക്ക് തന്ന് ഇന്ന് ഈ രീതിയിൽ ഈ കാണുന്ന ഒരു പാലിയേറ്റീവ് എന്നതിലുപരി ഇതൊരു ക്ലിനിക്കാണെന്നാണ് നമുക്കൊക്കെ മനസ്സിലാക്കേണ്ടത്. എല്ലാത്തിനും അദ്ദേഹം സമ്മതം മൂളിയിട്ടുണ്ടായിരുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. നമ്മൾ അറിഞ്ഞതിനപ്പുറം പലരുടെയും ഒരു പ്രതീക്ഷയും അത്താണിയുമായിരുന്നു എം പി മൊയ്തു ഹാജി. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ബർസക്കിയായ ജീവിതം സന്തോഷകരമാവട്ടെ, സമാധാനത്തിലാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ അനുസ്മരണ യോഗം അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ ചെയർമാൻ ഇബ്രാഹിം ഹാജിയാണ്. അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് നമ്മുടെ മുൻ ഖാദി അബ്ദുൽ അസീസ് ബാക്കവി. അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ സ്റ്റേജിൽ എത്തിച്ചേരുന്നതാണ്. അദ്ദേഹത്തെയും സ്വാഗതമരുളുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് സംസാരിക്കാൻ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും
നാട്ടിലെ പ്രമുഖരായ ഒരുപാട് വ്യക്തിത്വങ്ങൾ നമ്മുടെ സ്റ്റേജിൽ എത്തിച്ചേരുന്നുണ്ട്. നമ്മുടെ സ്ഥലം വാർഡ് മെമ്പർ ഷിന്ദ ചെറുവത്ത്, അതുപോലെ തന്നെ 9ാം വാർഡ് മെമ്പർ ശ്യാമള പൂവേരി ഇവിടെ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ 12ാം വാർഡ് മെമ്പർ ജംഷിദ ടീച്ചർ, അദ്ദേഹം ഇവിടെ എത്തിച്ചേർത്തിട്ടുണ്ട്. അദ്ദേഹത്തെയും ഈ അനുസ്മരണ പരിപാടിയിലേക്ക് സ്വാഗതം പരളുന്നു. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ഒരുപാട് വ്യക്തിത്വങ്ങൾ, KM വാസുവേട്ടൻ, അതുപോലെ അനന്തേട്ടൻ പുള്ളോട്ട്, അപ്പുവേട്ടൻ മനോത്ത്, ദാമോദരേട്ടൻ, OP മൂസ ഹാജി, PTK റഫീഖ്, രാജേഷ് ചോറോട്, രാജൻ കൂമുള്ളി, യൂസുഫ് മുസല്യാർ, രാജേഷ് ചോറോട് തുടങ്ങിയ ഒരുപാട് വ്യക്തിത്വങ്ങൾ പേരെടുത്ത് പറയാനാണെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കാൻ ഇനിയും ഒരുപാട് പേരുണ്ടാവും. എങ്കിലും എല്ലാവരെയും ഈ ഒരു അനുസ്മരണ യോഗത്തിലേക്ക് സ്വാഗതം അരുളിക്കൊണ്ട് ഈ അനുസ്മരണ യോഗത്തിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിക്കാൻ വേണ്ടി ഫൈൻ കെയറിൻ്റെ ചെയർമാൻ ഇബ്രാഹിം ഹാജിയെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. നമസ്കാരം. സ്റ്റേജിലും വേദിയിലുമുള്ള മഹത്തുക്കളെ, വളരെ ദുഃഖത്തോടു കൂടിയാണ് ഈ ഒരു നിമിഷം നമ്മളിൽ നിന്നും കടന്നു പോകുന്നത്. കാരണം നമ്മളിലൊരാളായി എപ്പോഴും പുഞ്ചിരിയോടുകൂടി ദേഷ്യം പിടിക്കാതെ എന്ത് പറഞ്ഞാലും ഒരു അനുസരണയുള്ള കുട്ടിയെപ്പോലെ എപ്പോഴും ഫൈൻ കെയർ നന്നായി കാണണം എന്നുള്ള ഉദ്ദേശശുദ്ധിയോടുകൂടി ഫൈൻ കെയർ എന്ന് പിറവിയെടുത്തോ അന്ന് മുതൽ അദ്ദേഹം മരിക്കുന്നത് വരെ ഫൈൻ കെയറിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. മറ്റൊന്ന് ഈ വേദിയിൽ ഇപ്പോൾ പറയാനുള്ളത്, ഇതെങ്ങനെ വന്നു, ഇതെങ്ങനെ എത്തി എന്നുള്ളതാണ്. ഈ വീട്ടിൽ ഞങ്ങൾ വരുന്നതിന് മുമ്പായി ഇവിടെ ഉണ്ടായിരുന്നത് ഒരു വനിതാ ബാങ്കായിരുന്നു. അങ്ങനെ ആരോ എന്നോട് പറഞ്ഞ് ഈ വനിതാ ബാങ്ക് അദ്ദേഹം അവരോട് തുടരണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതാനും ദിവസങ്ങൾക്കകം അവർ ഒഴിഞ്ഞു പോകും. അതിൻ്റെ 1-2 മാസങ്ങൾക്ക് മുമ്പാണ് ഫൈൻ കെയർ പിറവിയെടുത്തത്. അത് നമ്മളെ കുരിക്കലാട് അനന്തേട്ടൻ്റെ കടയുടെ നേരെ മുമ്പിൽ ചെറിയ 2 മുറിയായിരുന്നു. ഞങ്ങൾ വളരെ പ്രയാസപ്പെട്ട് അവിടെ നിന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് ഇത് കാലിയാവുന്നത്. കാലിയായിട്ടില്ല, കാലിയാവും എന്നുള്ള ഒരു സന്ദേശം എനിക്ക് കിട്ടി. അപ്പോൾ അങ്ങനെ ഞാൻ ഒരു ദിവസം പോയി മൊയ്തു ഹാജിയെ സമീപിച്ചു. മൊയ്തു ഹാജിയോട് നമ്മുടെ ഉദ്ദേശങ്ങൾ അയാളെ അറിയിച്ചു. ശാന്തമായി എല്ലാം കേട്ട് കഴിഞ്ഞതിന് ശേഷം എന്നോട് പറഞ്ഞ്, ഞാനവരെ ഇപ്പോൾ കാലിയാക്കിയത് ഒരു ബാങ്ക് മാനേജർ ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അയാൾ 20,000 റുപ്യ താഴത്ത് വാടക പറഞ്ഞിട്ടുണ്ട്. ഞാൻ വെളിയിൽ നിന്ന് ഒരു കോണി വെച്ചുകൊണ്ട് അപ്സൈഡ് മേലെ ഒരാൾക്ക് കൊടുക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇപ്പം നിൽക്കുന്നത്. അതിൻ്റെ എന്താ പറയുക, അഡ്വാൻസും വലിയൊരു തുക അദ്ദേഹം എന്നോട് പറഞ്ഞു. അപ്പോൾ അതൊരിക്കലും ഫൈൻ കെയറിനെ സംബന്ധിച്ചിടത്തോളം അന്നും ഇന്നും താങ്ങാൻ പറ്റാത്ത സംഖ്യയായിരുന്നു. ഞാനത് ഒരിക്കലും അയാളോട് എന്താണ് മറുപടി പറയേണ്ടത് എന്ന് മനസ്സിലാകാതെ 4-5 മിനിറ്റ് നേരം മൗനമായി നിന്നതിന് ശേഷം, അങ്ങനെയാണെങ്കിൽ ഞാൻ പോവാണ്,
ഒരിക്കലും നമുക്ക് ആ ഇതിലെത്താൻ പറ്റുകയില്ല. നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച് വെച്ച സംഗതിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്നും കൂടി ഒന്ന് ആലോചിച്ച് നോക്കൂ. ആലോചിച്ച് പൂർണ്ണമായി ആർക്കെങ്കിലും കൊടുക്കുന്നതിന് മുമ്പായി എന്നെ ഒന്നുകൂടെ ഒന്ന് അറിയിച്ചതിന് ശേഷം ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ നിന്ന് സ്ഥലം വിട്ടു. ഞാനങ്ങനെ ഓർക്കാട്ടിൽ 2-3 പേഷ്യൻ്റ് ഉണ്ടായിരുന്നു, സിസ്റ്ററേയും കൂട്ടി. ഞാൻ പേഷ്യൻറ്റിൻ്റെ അടുത്തായ സമയത്ത്, അതായത് ഞാനിവിടുന്ന് പോയി ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവും, എന്നെ വിളിച്ചു. നിങ്ങൾ എവിടെയാണ് ഉള്ളത്? ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ ഓർക്കാട്ടിലാണുള്ളത്. അപ്പോൾ എപ്പോൾ വരുക? ഇനിയും 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വരും. അങ്ങനെയായെങ്കിൽ വന്ന ഉടനെ തന്നെ എന്നെ ഒന്ന് കാണണം, ഞാൻ വീട്ടിൽ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ എന്താ എന്നൊന്നും ഞാൻ ചോദിച്ചില്ല, ആരോട്ട് പറഞ്ഞുമില്ല. ഞാനൊരു മണിക്കൂർ വന്നതിന് ശേഷം വീട്ടിൽ ചെന്ന് എന്നെ കണ്ട ഉടനെ തന്നെ ഇരിക്കുമെന്ന് പറഞ്ഞിരുന്ന്, പിന്നെ നിങ്ങൾ ക്ഷീണിച്ച് വരുന്നതല്ല എന്തെങ്കിലും കൂടി. ഞാൻ പറഞ്ഞൊന്നും വേണ്ട, ഞാൻ ഇപ്പം വീട്ടിൽ കയറിയിട്ടാണ് വരുന്നത്, ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ നിങ്ങളെടുത്തോ, അത് നിങ്ങൾക്ക് എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ഇവ പറയാ സംസാരം കേട്ടിട്ട് എന്നോട് 2 മണിക്കൂർ മുമ്പേ പറഞ്ഞ ആ വാക്കുകളും പെടുന്നതിന് ഇപ്പം പറയുന്ന ആ വാക്കും എനിക്ക് ഒരിക്കലും പൊരുത്തപ്പെടാൻ സാധിച്ചില്ല. അപ്പം ഞാൻ പറഞ്ഞു എങ്ങനെ എടുത്തൊന്ന്, എനിക്ക് അത്രയും ഭാരിച്ച ഒരു തുക തന്ന് എടുക്കാനാവില്ല. അത് മാത്രമല്ല അഡ്വാൻസും അതുപോലെ തന്നെയല്ലേ ഉള്ളത്. അപ്പം അഡ്വാൻസിൻ്റെ അത് സാരമില്ല, അഡ്വാൻസ് വേണ്ട എന്ന് പറഞ്ഞു. അഡ്വാൻസ് വേണ്ട. അപ്പോൾ എനിക്ക് തന്നെ ഒന്നും മനസ്സിലാവുന്നില്ല. കാരണം 3 ലക്ഷം റുപ്യ അഡ്വാൻസ് വേണമെന്ന് പറഞ്ഞ ആൾ 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം എന്നോട് തന്നെയാണ് പറയുന്നത്, അന്ന് തന്നെ 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അഡ്വാൻസ് വേണ്ടെന്ന്. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് എന്തൊക്കെയോ ചിന്തിച്ച് ആ ചിന്ത അയാളെ കാണിക്കാതെ കണ്ട് ഞാൻ ചോദിച്ചു, പിന്നെ വാടകയോ? വാടക നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തന്നേക്കെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ മനസ്സുകൊണ്ട് വിചാരിച്ചു, ഇതെന്തടാ ഇതിങ്ങനെ 2 മണിക്കൂർ കൊണ്ട് ഇത്ര അധികം എന്താ ഇങ്ങനെ മാറിപ്പോയത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഞാൻ എന്നെ തന്നെ ഒന്ന് വിശകലനം ചെയ്തിട്ട് മൊയ്താജി ഞാൻ തന്നെയാണോ ഈ സംസാരിക്കുന്നത് എന്നുള്ളിടത്തിൽ എത്തിപ്പോയി എൻ്റെ മനസ്സ്. അപ്പം വീണ്ടും ഞാൻ ചോദിച്ച്, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മറുപടി പറയാനാവില്ല. അതുകൊണ്ട് ഇതൊരു കുട്ടിക്കളിയല്ല, നിങ്ങൾ ശരിക്കും എന്നോട് പറയാമെന്ന് പറഞ്ഞു. ഞാൻ എന്നോട് പറഞ്ഞു, അല്ലേ ബ്രാനാജി, ഞാൻ നിങ്ങളോട് എപ്പോഴെങ്കിലും അങ്ങനെ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ല. എന്നാൽ പിന്നെ ഞാനിപ്പോൾ അങ്ങനെ തന്നെയാണ് പറയുന്നത്, നേരി തന്നെയാണ് പറയുന്നത്. എനിക്ക് അഡ്വാൻസ് വേണ്ട. ശരി, അഡ്വാൻസ് വേണ്ട. വാടക എത്ര തരണം? വാടക നിങ്ങൾക്ക് വാടക തരണം. നിങ്ങൾ എന്താണോ പറയുന്ന വാടക, അതിന് ഞാൻ സമ്മതിക്കും. അത് ഞാൻ എത്ര കുറവ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ? സമ്മതിക്കും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അന്നേരം ഒന്നും പറഞ്ഞില്ല. ഞാൻ ഇറങ്ങിപ്പോന്ന് വീണ്ടും 1/2 മണിക്കൂർ ഞാൻ വീട്ടിൽ ചെന്ന് ചിലത് ആലോചിച്ചതിന് ശേഷം ഞാൻ വീണ്ടും ഇയാളുടെ അടുത്ത് അന്നേരം തന്നെ വന്നിട്ട് ഞാൻ പറഞ്ഞു, പിന്നെ വാടക എൻ്റെ സംഗതി അങ്ങനെ, പിന്നെ അഡ്വാൻസിൻ്റെ സംഗതി ഇങ്ങനെയായി. പിന്നെ ഞാനിപ്പോൾ നിങ്ങളോട് എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഇന്ന ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ് ഞാനിത് എടുക്കുന്നത്. അപ്പം ഞാനിത് മുറ്റത്തൊക്കെ അതിൻ്റെ പരിഷ്കാരങ്ങൾ വരുത്തും, മേലെ ഇങ്ങനെ റൂഫിടും, ഒരുപാട് പൈസകൾ ജനങ്ങളുടേത് അവിടെ ഉണ്ടാക്കേണ്ടത് വരും എനിക്ക്. ഇതെല്ലാം കഴിഞ്ഞ് 1 വർഷമോ 2 വർഷമോ കൂടുമ്പോൾ നിങ്ങൾക്കത് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ഒരിക്കലും പൊരുത്തപ്പെടാൻ സാധിക്കാത്ത ഒരു സംഗതിയാണ്.
അതുകൊണ്ട് വളരെ ദീർഘവീക്ഷണത്തോടു കൂടി നിങ്ങൾ ചിന്തിച്ചിട്ടേ എന്നോട് പറയാവൂ. കാരണം നിങ്ങളിതെനിക്ക് തരുന്നതോട് കൂടിയിട്ട് ഞാൻ ജനങ്ങളിൽ നിന്ന് പൈസ സ്വരൂപിച്ച് അവിടെ പല പരിഷ്കാരങ്ങളും ഞാൻ വരുത്തും. അപ്പം നാളെ മറ്റന്നാൾ അവർക്ക് പ്രയാസമാവുന്ന രീതിയിലുള്ള ഒരു വാക്ക് നിങ്ങളിൽ നിന്ന് വരാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ് ഞാൻ മരിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ വാക്ക് മാറ്റേണ്ടത് വരില്ല. ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ പോരാ, ഏറ്റവും ചുരുങ്ങിയത് 5 വർഷത്തേക്ക് എനിക്ക് എഗ്രിമെൻ്റ് തരണം. 5 വർഷം കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം, അതിലപ്പുറം എനിക്ക് ഇപ്പം നിങ്ങളോട് പറയാൻ വേണ്ടി പറ്റില്ലല്ലോ. 5 വർഷത്തേക്ക് ഞാൻ തരാം. പക്ഷേ 5 വർഷത്തേക്ക് ഒരു നിയമമില്ലല്ലോ തരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു ഇത് നമ്മളെ നിയമവ്യവസ്ഥയിലില്ല. എഗ്രിമെൻറ്റിൽ നന്നായിട്ട് എഴുതുന്ന ബിൽഡിങ്ങിലുള്ള ആളല്ലേ അയാൾക്ക് എനിക്കിതൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ കൂടുതലായിട്ട് അറിഞ്ഞുകൂടാ. അപ്പോൾ അയാൾ പറഞ്ഞ് നിങ്ങൾക്ക് ഒരു പണിയെടുക്കാം, ഞാൻ 2 വർഷത്തേക്ക് എഗ്രിമെൻറ്റ് തരാം. പക്ഷേ അത് 5 വർഷമായാലും 10 വർഷമായി കഴിഞ്ഞാലും നമുക്കിപ്പോൾ അടുത്തൊന്നും അങ്ങനെ ഒരു ആവശ്യം വരില്ല, നമ്മളൊട്ട് പറയുകയും ചെയ്യല്ല. അല്ല ഞാൻ പറഞ്ഞ് നമ്മളിപ്പോൾ എത്രത്തോളം ഞാനുണ്ടാവും എത്രത്തോളം നിങ്ങളുണ്ടാവും ഇതൊന്നും നമുക്ക് മുൻകൂട്ടി അത്രത്തോളം പ്രവചിക്കാൻ പറ്റുന്നൊരു സംഗതിയൊന്നും അല്ലല്ലോ. അപ്പോൾ അത് പറഞ്ഞാൽ അതുകൊണ്ട് നിങ്ങൾ അത്ര പ്രയാസപ്പെടേണ്ട, അതൊക്കെ അതിൻ്റെ വഴിക്ക് നീങ്ങും, നിങ്ങളവിടെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്തെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എനിക്കിതിവിടെ വിരാമം ഇടാവോ? ആ വിരാമം ഇടാം. എന്നാലും വാടകേണ്ടത് ഞാൻ ഒന്നുകൂടെ ആലോചിച്ചിട്ട് 2 ദിവസം കൊണ്ട് പറയാം. 2 ദിവസം കൊണ്ടല്ലേ അവർ കാലിയാക്കും, അവിടുന്ന് കാലിയാക്കിയതിന് ശേഷം നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ എനിക്ക് തന്നു കഴിഞ്ഞല്ലോ? ആ തന്നു കഴിഞ്ഞ്. റെഡിയല്ലേ? ആ റെഡി. അങ്ങനെ 2 ദിവസം കഴിഞ്ഞ് അവരിവിടുന്ന് കാലിയാക്കി. പിന്നെ ശോഭേന മറ്റോ 2 പണിക്കാരെ വിളിച്ച് താൽക്കാലികമായിട്ടുള്ള സംഗതികളൊക്കെ അയാൾ ചെയ്തു തന്ന്, ബാക്കി പിന്നെ ബൈറ്റ് ഭാഷകളും ഇവിടെയൊക്കെ കംപ്ലീറ്റ് കാട് കയറിയിരുന്നു. അവർ ചെറിയ കുട്ടികളാണ് ഉണ്ടായിരുന്നത്, അവരൊന്നും തീരെ വൃത്തിയാക്കുന്നൊരു സ്വഭാവമേ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാനൊരുപാട് ഇവിടെ ഈ ഇട്ട ഇതിന് 7,4 ലക്ഷം റുപ്യ അന്ന് ചിലവായിട്ടുണ്ട്, ഈ റൂഫ് ഇട്ടത് കംപ്ലീറ്റ്. പിന്നെ ശരിക്കും ഒരു 2-2.5 ലക്ഷം റുപ്യ ചിലവാക്കിയിട്ടാണ് ഇത് ഈ വിധത്തിൽ ആക്കി കൊണ്ടുവന്നത്. അപ്പോൾ അതല്ല ഞാനിവിടെ പറഞ്ഞു കൊണ്ടുവരുന്നത്. ഞാൻ ആ ദീർഘവീക്ഷണത്തിൽ കൂടി തന്നെ അയാളെ അത് അന്ന് തന്നെ പറഞ്ഞ് മനസ്സിലാക്കി വളരെ ഗൗരവത്തോടു കൂടി എൻ്റെ മനസ്സിലുള്ള ഫൈൻ കെയറിൻ്റെ രൂപം ഞാൻ അയാളെ മനസ്സിലാക്കി കൊടുത്ത് അയാളെ മനസ്സിലാക്കി. അപ്പോൾ ഈ പണി നടക്കുന്നതിനിടക്ക് ഞാൻ റിയാസിനോട് പറഞ്ഞു, റിയാസെ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കണം, അത് 2 വർഷത്തേക്കായിരിക്കണം. പിന്നെ അപ്പോൾ ഫൈൻ കെയറിന് ഒരു ട്രസ്റ്റ് ഉണ്ട്, ട്രസ്റ്റിലാണ് ഫൈൻ കെയർ ഉള്ളത്. അപ്പോൾ ട്രസ്റ്റും ഇവരും തമ്മിലാണ് എന്ത് ചെയ്യുന്നത്, എഗ്രിമെൻ്റ് ചെയ്യുന്നത്. ആ എഗ്രിമെൻ്റ് ചെയ്യുന്ന ദിവസം ഞാൻ ആളോട് ചോദിച്ച്, നിങ്ങൾക്ക് ഇതുവരെ ബാങ്ക് തന്നത് 15,000 ഉറുപ്പ്യല്ലേ? ആ, എന്നാൽ പിന്നെ ഞാൻ 18,000 ഉറുപ്പ്യ തരൂ, അതിൽ നിന്ന് ഞാൻ കുറച്ചില്ല. കാരണം അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ എന്നോട് ആദ്യം പറഞ്ഞ വാക്കും രണ്ടാമത് പറഞ്ഞ വാക്കും ഞാനതിനെ ശരിക്ക് മനസ്സിലാക്കി ഉൾക്കൊണ്ട് ചിലപ്പോൾ ഞാൻ 15 തന്നെ തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചിലപ്പം 10 തന്നെ തരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ചിലപ്പോൾ അയാൾ കേൾക്കേണ്ടത് വരും. പക്ഷേ അതൊരിക്കലും നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ആവാൻ പാടില്ല. നമ്മളെ അടുത്തുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. അദ്ദേഹം അങ്ങനെയാണെങ്കിൽ അങ്ങനെ എന്ന് തലയാട്ടി ഇന്ന് വരെയും കഴിഞ്ഞ മാസം വരെ അയാളെ കയ്യിൽ തന്നെ കൊടുത്തിട്ടുമുണ്ട്. ഇതുവരെ ഒന്നും ബാലൻസും ഇല്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അന്ന് അയാൾ അത് സമ്മതിച്ചില്ലായിരുന്നുവെങ്കിൽ ഫൈൻ കെയറിന് ഇന്ന് 165ഓളം 170ഓളം പേഷ്യൻറ്റിനെ കാണാനും അവർക്ക് വേണ്ടുന്ന മാർഗനിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് പോവാനും ഒരുപാട് രോഗികൾ ഇപ്പോൾ ശുശ്രൂഷിച്ച്, ഇപ്പോൾ ഞാൻ ഇന്നാളത്തെ കണക്ക് നോക്കുമ്പോൾ 600 ചില്ലാണം ആൾക്കാർ ഇവിടെ വന്ന് ഫിസിയോ ചെയ്ത് പോയി. 600 ചില്ലാണം ആൾക്കാർ ഇവിടുന്ന് ഫിസിയോ ചെയ്ത് മാറിയിട്ട് പോയി. ബാക്കിയുള്ള എത്രയാണെന്നുള്ള കണക്കെടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. അതൊരു വലിയ മഹത്തായ സംഗതിയായി. കാരണം ഇവിടെ ഇപ്പോൾ
കല്ലാച്ചിയിൽ നിന്ന് വരെ ഫിസിയോ ചെയ്യാൻ വേണ്ടി ഇവിടെ വരുന്നുണ്ട്. ആയഞ്ചേരിയിൽ നിന്ന് വരുന്നുണ്ട്, വടകരയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്, കൈനാട്ടിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ വരുന്നതിനെ പറ്റിയിട്ടല്ല പറഞ്ഞുകൊണ്ടിരുന്നത്. നിശ്ചയദാർഢ്യത്തോടു കൂടി നമ്മളിൽ വരുന്ന രോഗികളെ എങ്ങനെയെങ്കിലും സുഖപ്പെടുത്തുക എന്നുള്ളൊരു നിശ്ചയത്തോടു കൂടിയിട്ടാണ് ഫൈൻ കെയർ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അവസാനം വരെ അങ്ങനെ തന്നെയായിരിക്കും. അപ്പോൾ അതിന് അവസരം തന്ന ആ മൊയ്തു ഹാജിയാണ് നമ്മളിൽ നിന്നിപ്പോൾ വിട്ടുപിരിഞ്ഞു പോയിരിക്കുന്നത്. ഇപ്പം നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ക്യാൻവാസ് ഉണ്ടെങ്കിലേ ചിത്രം വരക്കാൻ സാധിക്കുകയുള്ളൂ. ആ ക്യാൻവാസ് അയാൾ നൽകിയതുകൊണ്ട് നമ്മളിപ്പോൾ ചിത്രം വരച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ആ ചിത്രങ്ങൾ ഇനിയും ഒരുപാട് വരക്കാനും വരഞ്ഞ് അതൊരു പൂർണ്ണ രൂപത്തിലായതിനു ശേഷം നമുക്ക് അയാൾക്ക് സ്വർഗത്തിൽ നിന്നും നമ്മൾ മരിച്ചിട്ടില്ലെങ്കിൽ ഇവിടെ നിന്നും സന്തോഷിക്കാൻ നമുക്ക് ആവണം. അതിനാണ് നമ്മൾ ഈ ഒരു സദസ്സ് വിളിച്ചു കൂട്ടിയത്. അനുശോചനങ്ങളും അനുമോദനങ്ങളൊക്കെ ഒരുപാട് നാട്ടിൽ നടക്കാറുണ്ട്. പക്ഷേ ഇതൊരു പ്രത്യേക തരത്തിലുള്ള അനുശോചനമാണ്. കൂടുതൽ പറഞ്ഞ് സമയം ദീർഘിപ്പിക്കുന്നില്ല. ഇനിയും ഒരുപാട് പറയേണ്ടതുണ്ടായിരുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. എല്ലാവിധ വല്ല തെറ്റുകുറ്റങ്ങളും അദ്ദേഹത്തിൽ നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് വിട്ടുപുറത്ത് മാപ്പായി കൊടുത്ത് സ്വർഗത്തിൻ്റെ ആക്കുവാശിയായി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കണം. നിങ്ങളെല്ലാവരുടെയും മനസ്സുകൊണ്ടുള്ള പ്രാർത്ഥന അദ്ദേഹത്തിന് വേണമെന്ന് ഈ ഒരു അവസരത്തിൽ നിങ്ങളെ എല്ലാവരെയും ദുഃഖപൂർവ്വം അറിയിച്ചുകൊണ്ട് അടുത്ത് തന്നെ സംസാരിക്കാൻ വേണ്ടി ഷിനിത ചെറുവത്തിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം ഏറെ ദുഃഖത്തോടു കൂടിയാണ് ഇങ്ങനെയൊരു വിയോഗ വാർത്ത കേട്ടത്. MP മൊയ്തുവക്കനെ കുറിച്ച് നിങ്ങളുടെ ഇടയിൽ കൂടുതലായി ഒന്നും തന്നെ ഞാൻ പറയേണ്ടതില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ ഈ നാട്ടിൽ വന്നത് മുതൽ അദ്ദേഹത്തെ എനിക്കറിയാം. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ 4.5 വർഷക്കാലമായി അദ്ദേഹവുമായിട്ട് നല്ല അടുത്ത ബന്ധം തന്നെയാണ്. എന്നാൽ ദിവസവും കാണുമ്പോൾ, അടുത്തടുത്ത ദിവസങ്ങളൊക്കെ കാണുമ്പോൾ വളരെ സ്നേഹപൂർവ്വം വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. ഇപ്പം അടുത്തിടെ തന്നെ മരിക്കുന്നതിൻ്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എന്നോട് വന്നൊരു കാര്യം പറഞ്ഞു. എൻ്റെ തൊഴിൽ കാർഡ് നഷ്ടപ്പെട്ടു പോയി, അതെനിക്കൊന്ന് പഞ്ചായത്തിൽ നിന്ന് റെഡിയാക്കി തരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ ഒരു ലെറ്റർ എഴുതി കൊടുത്ത് അദ്ദേഹത്തിന് അത് വാങ്ങിക്കൊണ്ടു കൊടുത്ത്, അപ്പോൾ പോകുന്നേരം വീട്ടിൻ്റെ മുന്നിൽ കൂടെ പോകുന്നേരം എന്നോട് കണ്ടു പറഞ്ഞു നന്ദിയുണ്ട്. ഞാൻ പറഞ്ഞു നിങ്ങൾ നന്ദിയൊന്നും പറയണ്ട, അത് നമ്മൾ ചെയ്തു തരേണ്ടല്ലേ. അപ്പോൾ ഇപ്പോൾ പോകുന്നേരവും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക, എന്തൊക്കെയാണ് വിശേഷം, മോളെ ഒന്ന് വിളിച്ചുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ ചോദിക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാർത്ത കേട്ടപ്പോൾ ഏറെ ദുഃഖം തന്നെയാണ്. നമ്മുടെ നാടിനും ഏറെ ദുഃഖത്തിലായ ഒരു വിയോഗ വാർത്തയാണ്. ഈ ദുഃഖത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം നമ്മുടെ പ്രദേശത്തുള്ളവരുടെ ദുഃഖത്തിലും ചേർന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് നിർത്തുന്നു. അടുത്തതായി KM വാസുവേട്ടൻ സംസാരിക്കുന്നത്. ശ്രീ MP മൊയ്തു ഹാജിയുടെ വേർപാട് വളരെ ദുഃഖത്തോടു കൂടിയാണ് നമ്മളെല്ലാവരും ശ്രമിച്ചിട്ടുള്ളത്. അന്ന് വൈകുന്നേരം ഈ ഒരു വാർത്ത കേട്ടപ്പോൾ ഞെട്ടലോടുകൂടിയാണ് ആ വാർത്ത കേട്ടിട്ടുള്ളത്. കാരണം അന്ന് രാവിലെയും തലേ ദിവസമൊക്കെ തന്നെ അദ്ദേഹവുമായി സംസാരിച്ചു കൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. പെട്ടെന്നാണ് ഈ വാർത്ത കിട്ടിയത്. അപ്പോൾ തുടർന്ന് ആ സമയത്ത് തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തുകയും അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഹോസ്പിറ്റലിൽ നിന്നെത്തി കണ്ടതിന് ശേഷമാണ് അന്ന് ഞങ്ങളൊക്കെ പിരിഞ്ഞിട്ടുള്ളത്. ഇവിടെ ദീർഘമായി അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് സംസാരിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ ഒരുപാട് ആളുകൾ വേദിയിലിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു ദീർഘമായി ഒരു അനുസ്മരണം നടത്തണമെന്ന് ഉദ്ദേശിക്കുന്നില്ല. MP മൊയ്തു ഹാജി നമുക്കറിയാം, വളരെ ചെറുപ്പത്തിൽ തന്നെ നാട് വിട്ട് ബോംബെയിലും അതുപോലെ ഗൾഫിലും ഒക്കെ തന്നെ പോയി ജോലിയെടുത്ത് അദ്ദേഹത്തിൻ്റെ കഴിവും അതുപോലെ പ്രാപ്തിയും ഒക്കെ കൊണ്ട് തന്നെ അദ്ദേഹം ഉയർന്ന നിലയിലേക്ക് എത്തുന്ന നിലയുണ്ടായി.
അദ്ദേഹത്തിൻ്റെ ബാപ്പ പോക്കർ ഹാജി എന്ന് പറയുന്ന ആൾ അദ്ദേഹവും ഞങ്ങളുമെല്ലാമായി ഈ നാടുമായി ഒക്കെ തന്നെ നല്ല ബന്ധമുള്ള ഒരാളാണ്. അദ്ദേഹം എപ്പോഴും പറയാറുണ്ട്, ഞാനൊരു കമ്മ്യൂണിസ്റ്റാണ് എന്ന് അദ്ദേഹത്തിൻ്റെ ബാപ്പ പറയാറുണ്ട്. അദ്ദേഹം ചെയ്ത ഒരുപാട് നല്ല കാര്യങ്ങൾ 1948 വെടിവെപ്പ്, കൊച്ചിയം വെടിവെപ്പ് സമയത്ത് വെടിവെച്ച് മരണപ്പെട്ടവരെ PCCയുടെ ലോറിയിൽ കയറ്റിക്കൊണ്ടുപോയതിന് ശേഷവും ആ പരിസരത്താകെ ജീവച്ഛവങ്ങളായി കിടന്നിരുന്നവരെയെല്ലാം തട്ടി വിളിച്ച് അവർക്ക് വെള്ളം കൊടുത്തുകൊണ്ട് ഒരു ജീവിതത്തിലേക്ക് കൈ പിടിച്ചുയർത്തിയ ആ ഒരു വ്യക്തിയായിരുന്നു പോക്കർ ഹാജി. അദ്ദേഹത്തിൻ്റെ മകൻ എന്ന നിലയിൽ തന്നെയാണ് MP മൊയ്തു ഹാജിയും നമ്മളുമായിട്ടുള്ള സൗഹൃദം തുടർന്ന് നടന്നിട്ടുള്ളത്. അദ്ദേഹത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്കറിയാം, ഈ നാട്ടിലെ ഒരു പൗരപ്രമുഖനും അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുകയും ചെയ്തിട്ടുള്ള ഒരു മഹത് വ്യക്തിത്വമാണ് മൊയ്തു ഹാജി എന്ന് നമുക്കറിയാം. അതുപോലെ ഈ പ്രദേശത്തെ പൊതുപ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹവുമായി വളരെ കാലത്തെ ഇടപെടൽ നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ആദ്യമായി കുരിക്കിലാട് കൂമള്ളിമുക്ക് റോഡ് 6 മീറ്ററാക്കി വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ വേണ്ടി വിളിച്ചു ചേർത്ത യോഗത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥലം കൂമള്ളിമുക്കിനടുത്തുണ്ടായിരുന്നു. ആ സ്ഥലത്തിന് ആദ്യമൊക്കെ നമ്മൾ വിചാരിച്ചത് അദ്ദേഹം തടസ്സം നിൽക്കുമെന്നാണ്. പക്ഷേ വലിയ സ്ഥലമാണ് അതൊക്കെ പോകേണ്ടത്. പക്ഷേ എന്നാൽ പോലും വളരെ സന്തോഷത്തോടു കൂടി അത് അനുവദിച്ച് തരുന്ന നിലയുണ്ടായി. അതുപോലെ തൊട്ടടുത്ത് ഈ ഭാഗത്തു കൂടി പോകുന്ന ഈ റോഡ് അദ്ദേഹത്തിൻ്റെ 2 സ്ഥലവും അയാളതാണ്. പക്ഷെ ആ സ്ഥലം വിട്ടു തരുമ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ അദ്ദേഹം പറഞ്ഞെങ്കിലും അവസാനം ഇതിനാവശ്യമായ സ്ഥലം 2 ഭാഗത്തുനിന്ന് വിട്ടുതരാൻ അദ്ദേഹം തയ്യാറാവുകയും അദ്ദേഹം മതിൽ കെട്ടുന്ന സമയത്ത് ഞങ്ങളെയൊക്കെ വിളിച്ചു ചേർത്ത് എൻ്റെ അതിരാണിത്, ഇത് ഞാൻ കെട്ടിയെടുക്കുന്നുണ്ട് എന്ന് ഞങ്ങളൊക്കെ മുഖേന തന്നെയാണ് ആ കാര്യങ്ങൾ നടത്തിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത്, അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് പ്രാവർത്തികമാക്കാൻ വേണ്ടി അദ്ദേഹം അവസാനം വരെ ശ്രമിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ ഈ ഫാൻ കെയറിൻ്റെ വീട് വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം കാണിച്ചിട്ടുള്ള ഒരു വലിയ താല്പര്യം അദ്ദേഹം എന്നോടും അത് പങ്കുവച്ചിട്ടുണ്ട്. എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാനിങ്ങനെ വാടക കൊടുത്താണ്, വലിയ പൈസ കൊടുത്താണ്, പക്ഷേ ഈ ഒരു ആവശ്യത്തിന് വേണ്ടി ഇബ്രാഹിമായി സമീപിച്ചപ്പോൾ ഞാൻ മറ്റൊന്നും നോക്കിയില്ല. ഇത് നാട്ടിലെ ഈ രോഗബാധിതരായിട്ടുള്ള അവശത അനുഭവിക്കുന്നവർക്ക് തന്നെ ഒരു താങ്ങായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. അതുകൊണ്ട് ഞാൻ വേറൊന്നും നോക്കിയില്ല, ഞാൻ വിട്ടുകൊടുക്കുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ ഒട്ടനവധി നാട്ടിൽ ഞാൻ നേരത്തെ എൻ്റെ അനുഭവത്തിലുള്ളൊരു കാര്യം, നേരത്തെ ഈ രാമത്ത് കുന്ന് എന്ന് പറയുന്നൊരു കുന്നുണ്ട് നമ്മളെ അടുത്തുള്ള മലൂർമുക്കിലുള്ള, അവിടെയുള്ള സ്ഥലം അദ്ദേഹത്തിൻ്റെ കൈവശമായിരുന്നു. അന്ന് ഈ മണ്ണ് കുത്തിയെടുക്കുന്ന നാട്ടിലാകെ ലോറിയിൽ മണ്ണ് കൊണ്ടുപോകുന്ന ഒരു സ്ഥലം ഉണ്ടായി. ആ സമയത്ത് ഒരു സ്ത്രീ മണ്ണ് കുത്തിയെടുക്കുന്നപ്പോൾ ഉയരത്തുനിന്ന് മണ്ണിടിഞ്ഞ് വീണ് മരണപ്പെടാനിടയായി. അദ്ദേഹം ഇവിടെ സ്ഥലത്തുണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹം അവരെ സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നു. ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ തന്നെ അത് എൻ്റെ വകയിൽ അവരെ കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടി 40 വർഷം മുമ്പാണ് ഞാൻ ഇന്ന് സംഖ്യ തരും എന്ന് പറയുന്നില്ലേണ്ട. ഞങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ടെങ്കിലും പക്ഷെ അത് കൃത്യമായ രൂപത്തിൽ തരാനും ഒക്കെ തന്നെ തയ്യാറായിട്ടില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, നല്ല ഒരു മനുഷ്യസ്നേഹിയും കൂടിയായിരുന്നു നമ്മുടെ MP മൊയ്തു ഹാജി. ഇവിടെ പറഞ്ഞ പോലെ എപ്പോഴും സുസ്മേരബദ്ധനായി ഈ പ്രദേശത്താകെ നിറഞ്ഞു നിന്നിരുന്ന ഒരു നിറസാന്നിധ്യം കൂടിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അടുത്തതായി രാജേഷ് ചോറോട്. അതീവ ദുഃഖത്തോടു കൂടിയാണ് നമ്മൾ ഇത്തരം ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നത്. MP മൊയ്തു ഹാജി എന്ന ആ മനുഷ്യസ്നേഹിയുടെ ഈ പ്രദേശത്തിൻ്റെ ആത്മബന്ധവും അദ്ദേഹം ഈ നാട്ടുകാരോട്, ഈ സമൂഹത്തോട് അദ്ദേഹം പുലർത്തിയ സൗഹൃദങ്ങളെക്കുറിച്ചുമൊക്കെ ഇവിടെ വിശദമായി പറഞ്ഞു കഴിഞ്ഞു. നമുക്കറിയാം, നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഒരു സാധാരണക്കാരനായ മനുഷ്യൻ സ്വന്തം പ്രയത്നം കൊണ്ട് വളർന്നു വന്ന് വലുതായി നാടിൻ്റെ അഭിമാനമായി നാടിനെ സ്നേഹിക്കുന്ന ഒരു നല്ലൊരു സൗഹൃദത്തിൻ്റെ ഉടമയായ കഥയാണ് നമുക്ക് MP മൊയ്തു ഹാജിയെക്കുറിച്ച് പറയാനുള്ളത്.
MP എന്ന ആ 2 വാക്കുകളിൽ സ്നേഹത്തിൻ്റെ, മാനവ സൗഹൃദത്തിൻ്റെ എല്ലാം അടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഈ പ്രദേശത്തെ വികസന പ്രവർത്തനങ്ങളിൽ നേരത്തെ വാസുവേട്ടൻ സൂചിപ്പിച്ച പോലെ നാട്ടിലെ റോഡുകളായാലും ഇടവഴികളായാലും വികസന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി മാറ്റങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ അതിനെ സ്വീകരിക്കുകയും തൻ്റെ ഭൂമി വിട്ടുകൊടുക്കുകയും അവരിൽ ഒരാളായി മാറി നിന്ന് എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കാനുള്ള ഒരു ഊർജം പകരുന്ന ഒരു മനുഷ്യസ്നേഹിയായിരുന്നു ഇബ്രാഹിം ഈ MP മൊയ്തു ഹാജി. നമ്മുടെ നാട്ടിലുള്ള ഇത്തരം ആളുകളെ എടുത്ത് പരിശോധിച്ചാൽ സ്വന്തം പ്രയത്നം കൊണ്ട് ഞാൻ സൂചിപ്പിച്ച പോലെ പ്രവാസിയായി അദ്ദേഹം കഠിന പ്രയത്നം ചെയ്ത് അദ്ദേഹം വളർന്നു വന്ന വഴികളെക്കുറിച്ച് എന്നോട് ഒരുപാട് കാര്യങ്ങൾ, ഞങ്ങളൊരു വലിയ സൗഹൃദമുണ്ട്. നമ്മൾ മാത്രമല്ല, നമ്മുടെ പുതിയ തലമുറയുമായും പഴയ ആൾക്കാരുമായും ഒക്കെ സൗഹൃദം പങ്കിടുന്ന ആളാണ് MP മൊയ്തു ഹാജി. പുതിയ ജനറേഷനുമായി കളിച്ച് ചിരിക്കാനുള്ള ആ ഒരു ബന്ധം അത് എല്ലാ പഴയ ആളുകൾക്കും കൈവരില്ല. സ്വന്തം വാഹനം ഓടിച്ചു പോകുന്നു, ഇത്തരം വയസ്സിൽ കാർ ഓടിച്ചു പോകുന്നു, പുതിയ കുട്ടികളെ ഒക്കെ സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ അതിലങ്ങ് കയറ്റുകയാണ്, വീട്ടിലെത്തിച്ചു കൊടുക്കുക. സന്ധ്യയായി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ അനുഭവത്തിൽ ഒരുപാട്, അതാണ് ഞാൻ സൂചിപ്പിച്ചത് മനുഷ്യസ്നേഹി എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ തിരക്കിനിടയിലും നല്ലൊരു കർഷകനാണ്, ക്ഷീരകർഷകനാണ്. ഇതിലുപരിയായി മരിക്കുന്നത് വരെ അധ്വാനിച്ചു കൊണ്ട് ജീവിച്ച ആളാണ്. കസ്തൂരിക്കുനി മൊയ്തു ഹാജി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ബിസിനസ് മുതലാളി, ബോംബെയിലുള്ള അദ്ദേഹത്തിൻ്റെ വലിയ ഹോട്ടലിൽ അദ്ദേഹം ചെയ്ത ജോലിയെക്കുറിച്ച് എന്നോട് പറയാറുണ്ട്. വലിയൊരു ഫാക്ടറിക്ക് മുന്നിലുള്ള അദ്ദേഹത്തിൻ്റെ ഈ ഹോട്ടലിൽ പാതിരാ വരെ അദ്ദേഹം അന്ന് പ്ലേറ്റ് കഴുകി ജീവിച്ച ഒരു കഥ പറയുന്ന മൊയ്തു ഹാജിയെ ഓർമ്മിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് അത് വലിയ പദവിയിലെത്തിയിട്ടും എളിമയോടുകൂടി സ്വന്തം കാര്യങ്ങൾ, പഴയ കാര്യങ്ങൾ മറക്കാതെ പറയുന്ന ഒരു മനുഷ്യനാണത്. അവിടെ നിന്നാണ് അദ്ദേഹം വിദേശത്ത് പോകുന്നതും അദ്ദേഹത്തിൻ്റെ പ്രയത്നം കൊണ്ട് ഈ പ്രവാസ ജീവിതത്തിൽ അദ്ദേഹം സമ്പത്ത് ശേഖരിക്കുന്നതും ഈ പ്രദേശത്ത് ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതും. സമ്പത്ത് കൈവശം കൊണ്ടുള്ളത് മാത്രം നാട്ടുകാർക്ക് കൊടുക്കണമെന്നില്ല. പ്രയാസപ്പെടുന്ന ആളുകൾക്ക്, കുട്ടികൾക്ക് പഠന സഹായം, രോഗികൾക്ക് ആതുര ശുശ്രൂഷ രംഗത്തുമൊക്കെ അദ്ദേഹം എത്രയോ വർഷം മുമ്പേ കാര്യങ്ങൾ ചെയ്യുന്നു. ഇരുചെവി അറിയാതെയായിരുന്നു അദ്ദേഹം ഇതൊക്കെ ചെയ്തിരുന്നത്. പക്ഷേ അത് ജനങ്ങൾ അറിയുന്നത് ഈ ഫൈൻ കെയർ പാലിയേറ്റീവിൻ്റെ പ്രവർത്തനത്തോടു കൂടിയാണ്. ഒരുപാട് വേദികളിൽ ഇവിടെ നടക്കുന്ന ഓരോ ചടങ്ങുകളിലും ഇബ്രാഹിം ഹാജി സുസ്മേരവദനായി ഇവിടെ ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ ഓർമ്മിക്കാറുണ്ട്, ഇദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങൾ കാലങ്ങൾക്ക് മുമ്പേ ഈ സമൂഹം അറിയാതെ പോയതാണ്. അതുകൊണ്ടാണ് നേരത്തെ ഇബ്രാഹിം ഹാജി സൂചിപ്പിച്ചത്, അദ്ദേഹം പറഞ്ഞ ഒരു ബിസിനസ് മാർക്കറ്റിൽ ഇന്ന് ഈ ബിൽഡിങ്ങിന് കിട്ടുന്ന വാടകയ്ക്ക് അദ്ദേഹം ആദ്യം അതൊക്കെ ഇബ്രാഹിം ഹാജിയെ സൂചിപ്പിച്ചെങ്കിലും അവസാനം ഈ നാടിന് ഉപകരിക്കുന്ന രീതിയിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക്, പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് ഒരിടമായി, ഒരു കേന്ദ്രമായി കുരിക്കിലാട് ഈ ഫൈൻ കെയർ മാറണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സ്വപ്നമാണ് അദ്ദേഹം അവിടെ സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാതെ ഈ ഒരു സന്മനസ്സോടുകൂടി ഈ ഒരു കേന്ദ്രം ഈ പാലിയേറ്റീവിന് വിട്ടുകൊടുത്തത്. എത്ര ആളുകളുണ്ട് അങ്ങനെ ചെയ്യുന്നത്? നമ്മളൊന്ന് പരിശോധിച്ചു, എത്ര സമ്പന്നന്മാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അദ്ദേഹത്തിന് പ്രാഥമികമായ വിദ്യാഭ്യാസം മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് ബിരുദമോ ബിരുദാനന്തര ബിരുദമോ ഒന്നുമില്ലെങ്കിലും അതിലുപരിയായി അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിലൂടെ പഠിച്ച പാഠങ്ങൾ നമുക്ക് അദ്ദേഹവുമായി സംവദിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹത്തെ പറഞ്ഞു പറ്റിക്കാനോ അദ്ദേഹത്തെ പ്രലോഭിപ്പിക്കാനോ ഒന്നും നമുക്ക് സാധിക്കില്ല. കാര്യങ്ങൾ ഗഹനമായി ചിന്തിക്കാനും ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും അത് ഉൾക്കൊള്ളാനും, അതുകൊണ്ടാണ് ഇബ്രാഹിം നേരത്തെ പറഞ്ഞത് ഞാൻ ഇവിടെ നിന്ന് ഓർത്തെടുക്കുകയാണ്. 2 മണിക്കൂർ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഉറച്ച തീരുമാനം വരികയാണ്. 2 മണിക്കൂർ മുന്നേ പറഞ്ഞ വാക്കുകളല്ല പിന്നെ തിരിച്ച് ഇബ്രാഹിം ഹാജി പറയുന്നത്. അദ്ദേഹം ചിന്തിക്കുകയാണ്, ഇത് പണം മാത്രം പോരാ, ഈ നാടിന് ഇത് ആവശ്യമാണ് ഈ കേന്ദ്രം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ചിന്തയാണ്. ഒരു ബിസിനസ്സുകാരൻ എന്നതിലുപരിയായുള്ളൊരു ചിന്തയാണ് അദ്ദേഹത്തെ അതിന് പ്രേരിപ്പിച്ചത്. വടകരയിലുള്ള അദ്ദേഹത്തിൻ്റെ നാഷണൽ ലോഡ്ജ് എനിക്ക് തന്നെ അനുഭവമുണ്ട്. ഒരുപാട് അന്യ സംസ്ഥാന തൊഴിലാളികൾ റെയിൽവേ സ്റ്റേഷനുകൾ വന്നിറങ്ങി ഇടം കിട്ടാതെ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ദിവസ വാടക പോലും വാങ്ങാതെ നാഷണൽ ലോഡ്ജിൻ്റെ മുറികൾ കൊടുത്ത ചരിത്രങ്ങളുണ്ട്. അതുപോലെ നാടകം കളിക്കുന്ന ആളുകൾ, നാടകത്തിൻ്റെ ഒരുപാട് കലാകാരന്മാർ ഇങ്ങനെ രാത്രി സമയത്ത് റൂം കിട്ടാതെ അലിയുമ്പോൾ എന്നെ ചില ആളുകൾ വിളിക്കും. ഞാൻ ഇബ്രാഹിം ഹാജിയെ വിളിച്ചപ്പോൾ
ചെറിയ അവർക്കൊക്കെ എന്താ വെച്ചാൽ ഒന്ന് അവിടെ കിടന്ന് ഒരു 2-3 മണിക്കൂർ കിടന്നുറങ്ങി യാത്ര തുടരണമെന്ന് കുളിച്ച് ഫ്രഷായി പോകണം. അതൊക്കെ പറയും. അത് പൈസ വാങ്ങാതെയാണ് അവിടെയുള്ള റൂമുകളൊക്കെ കൊടുത്തത്. നല്ലൊരു കലാകാരൻ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഈ കത്തിൽ ഞാൻ കണ്ടതൊരു പച്ചയായ മനുഷ്യനെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു. അകവും പുറവും പച്ചയായ ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ. അത് സത്യമാണ്. അതുപോലെ തന്നെ ഹരിത പതാക എന്തിയ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള പോലെ തന്നെ നമ്മുടെ സമൂഹത്തിലെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളും അക്രമങ്ങൾക്കെതിരെ, ലഹരിക്കെതിരെ ഇവിടെയുള്ള റെസിഡൻസ് അസോസിയേഷൻ, മഴവിൽ റെസിഡൻസ് അസോസിയേഷൻ ഇവിടെ വെച്ച് അന്ന് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടത്തുമ്പോൾ അദ്ദേഹം ചോദിച്ചു, ഈ പ്രദേശത്ത് ഞങ്ങളും ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ എന്നുള്ളത്. അവിടെ ഈ റെസിഡൻസ് ഇല്ല, ഈ അതിർവരമ്പ് ഈ ഒരു ഫുട്പാത്താണ്, ഞങ്ങൾക്കിങ്ങനെ ഒരു റെസിഡൻസ് ഇല്ലാതെ ആയിപ്പോയല്ലോ. അദ്ദേഹം ഈ കാലഘട്ടത്തിനനുസരിച്ച് ചിന്തിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വിയോഗം ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഈ ഫൈൻ കെയറിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസകരമാണ്. നമുക്ക് നല്ലൊരു മനുഷ്യസ്നേഹി മാത്രമല്ല, ഒരു കരുത്തായിരുന്നു MP എന്നുള്ളത് നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും. അതുപോലെ പുതിയ തലമുറ പഠിക്കേണ്ട ഒരുപാട് പാഠങ്ങളുണ്ട്. പുതിയ തലമുറ പഠിക്കേണ്ട പാഠങ്ങളാണ്. സർട്ടിഫിക്കറ്റുകൾ കൊണ്ട് മഹാനായ ആളല്ല. സ്വന്തം പ്രയത്നം കൊണ്ട് വളർന്നു വന്ന ഇബ്രാഹിം ഹാജിയെ പുതിയ തലമുറ പഠിക്കേണ്ടതാണ്. കഠിന പ്രയത്നത്തിലൂടെ വളർന്ന് വലുതാകാൻ സാധിക്കുമെന്നുള്ളതിൻ്റെ ഒരു ചെറിയ ദൃഷ്ടാന്തമാണ് നമ്മുടെ മുന്നിലുള്ള MP മൊയ്തു ഹാജി എന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ ഈ വേർപാട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും നാട്ടിനും നമ്മുടെ എല്ലാ മേഖലയ്ക്കും തീരാനഷ്ടമാണ്. ആ ദുഃഖത്തിൽ പങ്കുചേരുന്നു. നന്ദി, നമസ്കാരം. ജയ് ഭാരത്. അടുത്തതായി ദാമോദരേട്ടൻ സംസാരിക്കുന്നതായിരിക്കും. ഇപ്പോഴും മൊയ്തു ഹാജി നമ്മളെ വിട്ടുപിരിഞ്ഞ് എന്നുള്ളത് യാഥാർത്ഥ്യം അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. വളരെ അയാളുടെ മനസ്സിലുള്ളതുപോലെ തന്നെ ആ മരണവും അതേപോലെ തന്നെ വളരെ ലളിതമായി അയാൾ സ്വീകരിച്ചിരിക്കുകയാണ്. നമ്മൾക്കറിയാം, ഒരു 60-70 വർഷം മുമ്പ് നമ്മുടെ നാട്ടിൽ പട്ടിണിയും ദാരിദ്ര്യവും ഒക്കെയുള്ള സമയത്ത് അതിനെയൊക്കെ തരണം ചെയ്യാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചുകൊണ്ട് വിദേശത്ത് പോയി അവിടെ നിന്നും കഷ്ടപ്പെട്ട് ഇവിടെ അയാൾ വിചാരിച്ച പോലുള്ള ജീവിതം യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് ഈ പ്രദേശത്തുകാർക്കെല്ലാം അറിയപ്പെടുന്ന മൊയ്തു ഹാജി വളരെ ഒരു നല്ല മനുഷ്യനാണെന്നുള്ളതിനുള്ള പല ഉദാഹരണങ്ങളും കൂടെ പറഞ്ഞു കഴിഞ്ഞു. ഒരു മാസം മുമ്പ് ഒരു യാത്ര പോയപ്പോൾ ഞാനും അന്തേട്ടനും മൊയ്തു ഹാജിയും കൂടെ മറ്റുള്ളവരൊക്കെ മേലോട്ട് നടന്നു പോകുമ്പോൾ നമുക്കിവിടെ ഇരിക്കാമെന്ന് പറഞ്ഞ് ആ ഗേറ്റിൻ്റെ അടുത്ത് ഇരുന്ന് ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ ജീവിതകാലത്തുണ്ടായിരുന്ന പല അനുഭവങ്ങളും പങ്കുവെക്കുകയുണ്ടായി. അതേപോലെ ഏതാണ്ട് ഒരു 2-3 ആഴ്ച മുമ്പേ ഓർക്കാട്ടിൽ പോകുമ്പോൾ ഞാനിവിടെ ലാബിൽ പോകാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടുന്ന് കൂട്ടിക്കൊണ്ടുപോയി ഓർക്കാട്ടിൽ വരെ എത്തുന്ന സമയത്ത് പല കാര്യങ്ങളും ഇതേപോലെ സംസാരിക്കുകയുണ്ടായി. അപ്പോൾ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ മനുഷ്യരോടും വലിപ്പച്ചെറുപ്പമില്ലാതെ പെരുമാറാനും അംഗീകരിക്കാനുള്ള ഒരു വലിയ മനുഷ്യ മൊയ്തു ഹാജിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. അത് മറ്റാർക്കും ഇല്ലാത്ത ഒരു വ്യക്തിത്വം തന്നെയാണ്. ഇതേപോലെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് നാട്ടിന് വേണ്ടിയുള്ള പല കാര്യങ്ങൾക്കും ഞങ്ങളൊക്കെ സമീപിച്ചപ്പോൾ യാതൊരു മറ്റൊരു പ്രയാസവും കൂടാതെ സ്കൂളിൻ്റെ കാര്യത്തിലായാലും റോഡിൻ്റെ കാര്യത്തിലായാലും മറ്റ് പൊതുകാര്യങ്ങൾക്കൊക്കെ തന്നെ ധാരാളം ഇതേപോലുള്ള സഹായങ്ങൾ നൽകുകയും വളരെ നല്ല മനസ്സോടുകൂടി തന്നെ പെരുമാറുകയും ചെയ്യുക ഒരു മനുഷ്യനായിരുന്നു മൊയ്തു ഹാജി. ഏതാണ്ട് ഈ മരിക്കുന്നതിൻ്റെ 2-3 ദിവസം മാന്താരവനിയിൽ ഒരു കല്യാണത്തിന് വന്നപ്പോൾ അന്നും ഒരു വളരെ കൂപ്പ് കൈയോട് തന്നെ ഞങ്ങളൊക്കെ സ്വീകരിച്ചു. അപ്പോൾ ഞാൻ അന്ന് ഇതേപോലെ തന്നെ അന്തേട്ടനോട് പറയുകയുണ്ടായി, ഇത് എന്താണ് ഇങ്ങനെ മൊയ്തു ഹാജി ഇങ്ങനെ ഈ എല്ലാവരെയും കൂപ്പ് കൈയോടെ സ്വീകരിക്കുന്നത് എന്ന്
ഇയാളന്ന് ഒരു അന്ന് ആ കാര്യത്തെപ്പറ്റി സംസാരിച്ചിരുന്നു. അപ്പോൾ ഏതാണ്ട് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ എല്ലാം ഒരു പറഞ്ഞു വെച്ച മാതിരിയാണ് അയാൾ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തുകൊണ്ടിരുന്നത്. എല്ലാം മുൻപിൽ കണ്ടുകൊണ്ട് വളരെ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു മരണം സ്വീകരിച്ച് നാട്ടിലും അതേ വീട്ടുകാർക്കും എല്ലാം വളരെ പ്രയാസമുണ്ടാക്കുന്ന ഒരു രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മരണവും സംഭവിച്ചിട്ടുള്ളത്. ഏതായാലും ഈ ജീവിതത്തിലുള്ളതുപോലെ തന്നെ പരലോകത്തും അദ്ദേഹത്തിന് എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ എല്ലാം അവസാനിപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും മറ്റുള്ള ദുഃഖിക്കുന്ന എല്ലാവർക്കും ഈ അവസരത്തിൽ വളരെ ഹൃദയപൂർവ്വം നമ്മുടെ ദുഃഖം അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം. അടുത്തതായി നമ്മളോട് സംസാരിക്കുന്നത് കക്കാട് മഹൽ ഖാദി അബ്ദുൽ അസീസ് വാക്ബിയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദര സമുദായ അംഗങ്ങൾക്ക് ഹൃദയം നിറഞ്ഞ അഭിവാദ്യങ്ങൾ. അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന ഫൈൻ കെയറിൻ്റെ കാര്യദർശി ഇബ്രാഹിം ഹാജി, വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികൾ, ഈ അനുശോചന സംഗമത്തിന് ഇവിടെ വന്നു ചേർന്ന പ്രിയങ്കരായ സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, 7 പതിറ്റാണ്ട് കാലത്തോളം ഒരു നാട്ടിന് മുഴുവനും വെളിച്ചമായി അവർക്കിടയിൽ ഒരാളായി ജീവിച്ചിരുന്ന MP മൊയ്ദ് ഹാജി, ഈ ഫൈൻ കെയറിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇബ്രാഹിം ഹാജി ഇവിടെ സൂചിപ്പിച്ചതുപോലെ തുടക്കം മുതൽ അദ്ദേഹത്തിൻ്റെ നിറ സാന്നിധ്യം ഇവിടെ നടക്കുന്ന എല്ലാ പരിപാടികളിലും ഉണ്ടായിരുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അദ്ദേഹത്തിൻ്റെ പുഞ്ചിരിയോട് കൂടിയുള്ള ആ ഒരു ഇരുത്തം നമ്മുടെ മനസ്സുകളിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ല, മാഞ്ഞു പോവാതെ എക്കാലത്തും നമ്മൾ കാത്തു സൂക്ഷിക്കണം. ഇബ്രാഹിം ഹാജി നമ്മളോട് വിട ചോദിക്കാതെ വിട പറഞ്ഞു പോയ ഒരു വലിയ മനുഷ്യനാണ്. അല്ലാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ അദ്ദേഹത്തിന് നൽകുകയും ആ അനുഗ്രഹത്തിൻ്റെ ഭാഗങ്ങൾ നാട്ടിന് വേണ്ടി, അതുപോലെ തന്നെ സമൂഹത്തിൽ വേദന അനുഭവപ്പെടുന്നവർക്ക് വേണ്ടി, പ്രയാസങ്ങളും കഷ്ടപ്പാടുകളുമൊക്കെ സഹിക്കുന്നവർക്ക് വേണ്ടി കഴിവിൻ്റെ പരമാവധിയൊക്കെ അദ്ദേഹം നൽകിയിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. നമുക്കറിയാം, ചില മനുഷ്യന്മാർ മരണപ്പെടുന്നതിൻ്റെ മുമ്പ് തന്നെ അവർ മരിച്ചു പോയിട്ടുണ്ട്. അതേ സമയത്ത് ചില മനുഷ്യന്മാർ മരണപ്പെട്ടു പോയാലും കാലാന്തരങ്ങൾ, ഒരുപാട് വർഷങ്ങൾ അവരെ ഓർമ്മിക്കുകയും അവരെക്കുറിച്ച് ചിന്തിക്കുകയും അവരുടെ ശാന്തിക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന സമൂഹം പ്രാർത്ഥിക്കുകയും ചെയ്യും. പക്ഷേ അതിന് എന്ത് വേണം? ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ മരണപ്പെട്ടു പോയി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ചില ആളുകൾ ഈ ഭൂമിക്ക് ഭാരമായി ജനിക്കുകയും സമൂഹത്തിന് യാതൊരു തരത്തിലുള്ള പുണ്യങ്ങളും നൽകാതെ കുറേ മദ്യം കടിച്ചുകൊണ്ടും, അതുപോലെ തന്നെ തൻ്റെ സമൂഹത്തിലെ ആരെയൊക്കെ ദ്രോഹിക്കാൻ കഴിയുമോ അവരൊക്കെയും ദ്രോഹിച്ചുകൊണ്ടും പലതരത്തിലുള്ള തിന്മകളുടെ ഈറ്റില്ലമായി മാറുന്ന ചില മനുഷ്യന്മാർ എക്കാലത്തും സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത്തരം ആളുകളെക്കുറിച്ച് ആരും ചർച്ച ചെയ്യുകയില്ല. മരിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ അവർ മനുഷ്യൻ്റെ മനസ്സുകളിൽ നിന്ന് അവർ മാറിക്കഴിഞ്ഞു പോയിട്ടുണ്ട്. അതേ സമയത്ത് നമ്മുടെ MP മൊയ്ദ് ഹാജി
ഈ ഫൈൻ കെയർ ഇവിടെ നിലനിൽക്കുന്ന കാലത്തോളം, ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്ന കാലത്തോളം ഈ നാട് സ്മരിക്കും, സമൂഹം സ്മരിക്കും, മുഴുവൻ ആളുകളും അദ്ദേഹത്തിനെ സ്മരിക്കുകയും അദ്ദേഹത്തിൻ്റെ ഖബറിടത്തിൽ ശാന്തിക്ക് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. ഇതിലപ്പുറം ഒരു മനുഷ്യന് എന്താണ് ഭൗതിക ലോകത്ത് നേടാനുള്ളത്? മൈദുഹാജി ഒരുപാട് സമ്പത്തുകളൊക്കെ സംഭരിച്ചു എങ്കിലും അദ്ദേഹം മരണപ്പെട്ടതിന് ശേഷം 3 കഷ്ണങ്ങൾ തുണി കൊണ്ടുവന്ന് ആ തുണിയിൽ പൊതിഞ്ഞുകൊണ്ട് ഖബറിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഒരു 10 രൂപ പോലും പോക്കറ്റിൽ ആരും ഇട്ടുകൊടുത്തിട്ടില്ല, കഫം പുടയിൽ ആരും വെച്ചു കൊടുത്തിട്ടില്ല. കാരണം പണത്തിൻ്റെ വീടല്ല ഖബർ എന്ന് പറയപ്പെടുന്ന അഥവാ ശ്മശാനം എന്നുള്ള സാമ്രാജ്യം. അദ്ദേഹം കൊണ്ടുപോയത് അദ്ദേഹം ജീവിതത്തിൽ ചെയ്തു വെച്ച പുണ്യമായ കർമ്മങ്ങളാണ്. പാവങ്ങളോടും അതുപോലെ തന്നെ ജീവിതത്തിൽ പ്രയാസങ്ങളും ത്യാഗങ്ങളുമൊക്കെ സഹിക്കുന്ന ഒട്ടനേകം ആളുകൾക്ക് തുണയാകാനും അദ്ദേഹത്തിനാൽ കഴിയുന്ന രൂപത്തിലുള്ള സഹായ സഹകരണങ്ങളൊക്കെ നൽകാൻ മതസ്ഥാപനങ്ങൾക്ക് അദ്ദേഹം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ പാവപ്പെട്ടവർക്ക് അദ്ദേഹം പല തരത്തിലുള്ള സഹായങ്ങൾ നൽകിയിട്ടുണ്ട്. പക്ഷേ ഒന്നും പറയേണ്ടതില്ല, സമൂഹത്തിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ അത് എക്കാലത്തും നിലനിൽക്കുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ചില മനുഷ്യന്മാർ മരണപ്പെട്ട് വർഷങ്ങൾ കഴിഞ്ഞു പോയാലും, തലമുറകൾ പലതും കഴിഞ്ഞു പോയാലും തീർച്ചയായിട്ടും അവരെ സ്മരിക്കപ്പെടുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു മരണം സംഭവിച്ചു. മരണം എക്കാലത്തും സംഭവിക്കാറുണ്ട്. പക്ഷേ ഇന്ന് സ്വാഭാവിക മരണമാണെങ്കിൽ ആ കാലത്ത് അസ്വാഭാവികമായ മരണമായിരുന്നു. ഇന്ന് നമ്മൾ കേൾക്കുന്ന ഏറെക്കുറെ മരണങ്ങളും പെടുന്നനെയുള്ള മരണങ്ങളാണ്. രാത്രിയിൽ ഭക്ഷണം കഴിച്ച് സുഖമായി കിടന്നുറങ്ങിയ മനുഷ്യൻ പാതിരാത്രിക്ക് എഴുന്നേൽക്കാതെ വരുമ്പോൾ തൊട്ടടുത്ത് കിടക്കുന്ന ഭാര്യ അയൽവാസികളെ വിളിച്ചുണർത്തുകയാണ്, എൻ്റെ പ്രിയപ്പെട്ടവൻ ഇളകുന്നില്ല, അനങ്ങുന്നില്ല, അദ്ദേഹത്തിന് എന്തോ സംഭവിച്ചിട്ടുണ്ട്. ആളുകൾ ഓടിക്കൂടി വന്ന് ആ മനുഷ്യനെയും എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോഴാണ് പറയുന്നത്, ഈ മനുഷ്യൻ 2 മണിക്കൂർ മുമ്പ് മരണപ്പെട്ടിരിക്കുന്നു. സർവശക്തൻ നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ ഇത്തരം മരണങ്ങൾ പഴയ കാലഘട്ടത്തിൽ വ്യാപകമല്ലായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മൾ കേൾക്കുന്ന വ്യാപകമായ മരണങ്ങൾ 25, 30, 40, 50 വയസ്സ് തികയാത്തവർ പോലും ഇക്കാലത്ത് പെടുന്നനെയുള്ള മരണത്തിന് വിധേയമാകുന്നു എന്നുള്ളത് നമ്മളെയൊക്കെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. പ്രവാചകന്റെ മുമ്പിൽ ഒരു ചെറുപ്പക്കാരൻ വന്നുകൊണ്ട് ഈ മരണവിവരം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ഇന്ന ഉമ്മി ഉഫ്തുത്തിലത്, നിശ്ചയമായിട്ടും എൻ്റെ ഉമ്മ പെടുന്നനെ മരണപ്പെട്ടുപോയി, പെട്ടെന്ന് മരിച്ചുപോയതാണ്. ആ ഉമ്മ മരണപ്പെടുന്നതിൻ്റെ മുമ്പ് ഒരു വാക്കുപോലും സംസാരിക്കാൻ ഉമ്മാക്ക് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ സമയം കിട്ടിയിരുന്നെങ്കിൽ ആ ഉമ്മയുടെ പരലോക ജീവിതത്തിലെ വിജയത്തിന് വേണ്ടി, ആത്മാവിൻ്റെ ശാന്തിക്ക് വേണ്ടി എന്തൊക്കെയോ ഉമ്മ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് പ്രവാചകരെ, എൻ്റെ ഉമ്മ മരണപ്പെട്ടു പോയിട്ടുണ്ട് എങ്കിലും ആ ഉമ്മയുടെ ശാന്തിക്ക് വേണ്ടി, ഖബറിൽ കിടക്കുന്ന ഉമ്മയുടെ സന്തോഷത്തിന് വേണ്ടി മകൻ എന്നുള്ള നിലക്ക് എനിക്കെന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചോദിച്ച സമയത്ത് പ്രവാചകൻ ആ മനുഷ്യനോട്, ചെറുപ്പക്കാരനോട് പറഞ്ഞത്, ഒരു കാര്യം നിനക്ക് ചെയ്യാനുണ്ട്. നിനക്ക് ഭൂമിയുണ്ടല്ലോ, ആ ഭൂമിയിൽ നീ സുന്ദരമായിട്ടുള്ളൊരു കിണർ കുഴിക്കുക. കിണർ കുഴിച്ചിട്ട് ആ കിണറ്റിലുള്ള വെള്ളം ഈ നാട്ടിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി സമർപ്പിക്കുക. അങ്ങനെ സമർപ്പിക്കുമ്പോൾ ആ കിണറ്റിൽ നിന്ന് ഓരോ തൊട്ടി വെള്ളം കോരിയെടുത്തുകൊണ്ട്
ഓരോ വീടുകളിലേക്ക് കൊണ്ടുപോകുമ്പോൾ അത് തന്നെയാണ് നിന്റെ ഉമ്മയുടെ ആത്മശാന്തി എന്നുള്ളത് ആ പ്രവാചകൻ പറഞ്ഞു കൊടുക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ജീവിച്ചിരിക്കുന്ന നമ്മൾക്ക് വലിയ പാഠമുള്ള ഒരു വിഷയമാണ്. കാരണം മരണത്തിൻ്റെ ശേഷം നമ്മൾ ഒന്നും കൊണ്ടുപോകുന്നില്ല, കേവലം 3 കഷ്ണം തുണി മാത്രമാണ് കൊണ്ടുപോകുന്നത്. അതേസമയം മരണത്തിൻ്റെ മുമ്പായിട്ട് നമ്മുടെ ശാന്തിക്ക് വേണ്ടി, അഥവാ പരലോക ജീവിതത്തിലെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ കൊടുത്തു വെക്കുന്നത് തികച്ചും ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞാലും ഒരു കിണറാണെങ്കിൽ ആ കിണർ നിലനിൽക്കുന്ന അന്ത്യനാൾ വരെയും ആ കിണറ്റിൽ നിന്ന് വെള്ളം കോരിക്കൊണ്ടുപോകുന്ന ഓരോരുത്തരും ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കും, ആ ഉമ്മാക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഒരു റോഡിന് വേണ്ടി സ്ഥലം കൊടുത്തെന്ന് ഇപ്പോൾ പറഞ്ഞു. തൊട്ട് നിൽക്കുന്ന ഈ ഇടവൈ വിശാലമാക്കുന്ന സമയത്ത് മൊയ്തു ഹാജി നവ്വറല്ലാഹു മർഖദഹു അദ്ദേഹത്തിൻ്റെ ഖബറ് സൃഷ്ടാവായ അള്ളാഹു സന്തോഷത്തിൻ്റെ ഭവനമാക്കി കൊടുക്കുമാറാവട്ടെ. ഒരു അടിയല്ല, അതിലധികവും ആവശ്യമുള്ളതും റോഡിന് വേണ്ടി അദ്ദേഹം വിട്ടുകൊടുത്തപ്പോൾ, പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വേദിയിൽ ഒരുമിച്ച് കൂടിയ നമ്മൾ അദ്ദേഹത്തിനെ പ്രത്യേകമായിട്ട് സ്മരിക്കുകയാണ്. മൊയ്തു ഹാജി നമ്മൾക്ക് ഇന്ന സ്ഥലം നൽകിയിട്ടുണ്ട്. ഇനി ഈ ഫൈൻ കയറിൽ വന്നുകൊണ്ട് ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമൊക്കെ തരണം ചെയ്യുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിൽ പലരും ഈ ഫൈൻ കയറിനെ ആശ്രയിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഒന്നും വേണ്ട, ഒരു ഫിസിയോതെറാപ്പി കഴിഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ കാലിൻ്റെ മുട്ടിന് ഒരു ചെറിയ ആശ്വാസം തോന്നുകയാണ്. അതല്ലെങ്കിൽ ഊരവേദനയുള്ള ഒരു വ്യക്തിയായിരുന്നു, പോകുന്ന സമയത്ത് വലിയൊരു സന്തോഷം തോന്നുകയാണ്. അപ്പോഴാണ് ആ മനുഷ്യൻ ഓർമ്മിക്കുന്നത്, ഈ ഫൈൻ കെയറിൻ്റെ പ്രധാനപ്പെട്ട ഒരു ശില്പി മരണപ്പെട്ടുപോയ മാന്യദേഹമായിരുന്നല്ലോ. അദ്ദേഹം ഉണ്ടായിരുന്നില്ലെങ്കിൽ, അദ്ദേഹത്തിന് ആ ഒരു നല്ല മനസ്സ് ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ കുരിക്കിലാൾ പ്രദേശത്ത് ഫൈൻ കെയറില്ല, മറ്റ് സംവിധാനങ്ങളില്ല. എന്തിനേറെ പറയുന്നു, ഒരു തലവേദന വന്നാൽ ഒരു ഗുളിക പോലും കൊടുക്കാൻ പറ്റിയൊരു സ്ഥാപനം ഇല്ലാത്ത ഒരു പ്രദേശമായിരുന്നു നമ്മളെ കുരിക്കിലാട് എങ്കിൽ മറ്റ് പലരും ഈ രംഗത്തൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്, മറക്കുന്നില്ല. എന്നിരുന്നാലും ഏറ്റവും നല്ല ഒരു മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഫൈൻ കെയർ ഈ രൂപത്തിൽ വളർന്നു വലുതാവാൻ ആദ്യമായിട്ട് ഇതിൻ്റെ എല്ലാ തരത്തിലുള്ള ഒരു ശില്പി എന്നുള്ള നിലക്ക് നമുക്ക് മൊയ്തു ഹാജിയെ മുമ്പിൽ വെച്ചുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, മനുഷ്യന്മാർ മരണപ്പെട്ടു പോയാലും അവരെ ഓർക്കുക തന്നെ ചെയ്യും. ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞ് ഈ ഫൈൻ കെയർ വികസിച്ചുകൊണ്ട് ഒരുപാട് തലങ്ങളിലേക്ക് ഉയരുന്ന സമയത്ത് നമ്മുടെ അടുത്ത തലമുറ കൂടി തീർച്ചയായിട്ടും മൊയ്തു ഹാജിയെ ഓർക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. കിണറുകുഴിച്ച വ്യക്തി വർഷങ്ങൾ കഴിഞ്ഞാലും ആ മനുഷ്യൻ മരിച്ച് മണ്ണിനോട് ചേർന്നു പോയാലും ആ മനുഷ്യനെ ഓർക്കാൻ ആയിരക്കണക്കിന് ആളുകളുണ്ടാവും. ജീവിതത്തിൽ അദ്ദേഹത്തിനെ കാണുക പോലും ചെയ്തിട്ടില്ലാത്ത ആളുകൾ മരിച്ചുകൊണ്ട് പതിറ്റാണ്ടുകൾ കഴിഞ്ഞു പോയാലും നമ്മുടെ മൊയ്ത് ഹാജി അല്ലെങ്കിൽ നമ്മുടെ മൂസ ഹാജി തൊട്ടടുത്തൊരു കിണർ നിൽക്കുന്നുണ്ട്. കിണറ്റിൽ നിന്ന് വെള്ളം കൊണ്ടുപോകുമ്പോൾ പൈപ്പ് വെച്ചുകൊണ്ട് മോട്ടർ വെച്ചുകൊണ്ട് അടിച്ചു കൊണ്ടുപോകുമ്പോൾ അവിടെ ഓർമ്മിക്കുന്നത് മൂസ ഹാജിയെയാണ്. നവ്വറല്ലാഹു മർഖദഹുമ. അത്തരം നന്മകൾ ചെയ്ത് സമൂഹത്തിൻ്റെ മുമ്പിൽ വലിയ ദാനം നൽകിയ മഹാത്മാക്കളെയൊക്കെ സർവസൃഷ്ടാവായ നാഥൻ തുണക്കുമാറാവട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. ഈ കൂട്ടത്തിൽ മൊയ്തു ഹാജിയുടെ അനുസ്മരണം എന്നുള്ള നിലക്ക് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് 1-2 കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. 27 വർഷത്തോളം മൊയ്തു ഹാജിയുമായിട്ട് അടുത്ത് ഇടപഴകിയ ഒരു വ്യക്തി എന്നുള്ള നിലക്ക് ആ ഒരു ബന്ധമാണ്. ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടും 60 കിലോമീറ്റർ സഞ്ചരിച്ചുകൊണ്ട് ഈ പരിപാടിയിൽ നിർബന്ധമായിട്ട് പങ്കെടുക്കണമെന്ന്
നമ്മുടെ ഇബ്രാഹിം ഹാജിയുടെ നിർദ്ദേശം കൂടി ഉണ്ടായപ്പോൾ ഒരിക്കലും അത് തള്ളിക്കളയാൻ പറ്റിയില്ല. പ്രിയപ്പെട്ടവരെ, MP മൊയ്തു ഹാജിയെ കുറിച്ച് ശരിക്കും ഞാൻ പഠിക്കുന്നത് ജീവിതത്തിലെ എക്കാലത്തും ഓർമ്മിക്കുന്ന ഹജ്ജ് യാത്രയിലാണ്. 2002 ഞാനും മൊയ്തു ഹാജിയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഓർക്കാട്ടിരിക്കാരായ 4 സഹോദരന്മാരും ഒരുമിച്ചുകൊണ്ടാണ് ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പുറപ്പെടുന്നത്. ഞാനിത് പറയുന്നത് മൊയ്തു ഹാജിയെ ഒന്നുകൂടി അടുത്തറിയാൻ വേണ്ടി, സമൂഹത്തിൽ നിന്ന് ജീവിക്കുന്ന ഭർത്താക്കന്മാർ മനസ്സിലാക്കാൻ വേണ്ടി, ഭാര്യന്മാർ മനസ്സിലാക്കാൻ വേണ്ടി 40 ദിവസത്തോളം നീണ്ടുനിന്ന ആ ഹജ്ജ് യാത്രയെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട മൊയ്തു ഹാജി നാട്ടിൽ വലിയ സമ്പത്തുള്ള ആളും വ്യക്തിത്വമുള്ള ആളുമൊക്കെയാണ് എങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ അദ്ദേഹം ഒന്ന് ചെറുതായി എന്ന് പറഞ്ഞാൽ ആ കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട്, വേറെയും 2-3 ഉമ്മമാരുണ്ട്. ഉമ്മമാർക്ക് ശാരീരികമായ പ്രയാസങ്ങളൊക്കെ ഉണ്ട് എങ്കിലും ഭാര്യ കൂടെയുണ്ട്. എന്നിട്ടും ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാകുന്ന ഭക്ഷണം പാകം ചെയ്യുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ MP മൊയ്തു ഹാജി ഏറ്റെടുക്കുകയാണ്. പലപ്പോഴും അദ്ദേഹം ഉള്ളിയും അതുപോലെ തന്നെ തക്കാളിയും ഒക്കെ നേരത്തെ മുറിച്ചിടും. ഭക്ഷണം പാകം ചെയ്യാനായ സാധനങ്ങൾ അദ്ദേഹം കൊണ്ടുവരും. ആരോടും യാതൊരു പ്രയാസത്തോടു കൂടിയുള്ള വർത്തമാനങ്ങളുമില്ല. സാധാരണ ഹജ്ജ് കർമ്മത്തിന് ഇവിടെ നാട്ടിൽ നിന്ന് നല്ല നിലക്ക് പോയ പലരും ഹജ്ജ് കർമ്മം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് പരസ്പരം വിരോധവും വൈരാഗ്യവും പിണക്കവും ഒക്കെ ആയിട്ടായിരിക്കും തിരിച്ചു വരാറുള്ളത് പലപ്പോഴും. എന്നാൽ മൊയ്തു ഹാജിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള ത്യാഗപൂർണമായിട്ടുള്ള സേവനങ്ങൾ ആരുടെയും നിർദ്ദേശമില്ലാതെ സ്വയം ഏറ്റെടുത്തുകൊണ്ട് ഭക്ഷണം പാകം ചെയ്യാൻ എപ്പോഴും അദ്ദേഹം മുമ്പിലുണ്ടായിരുന്നു. ഇത് ഞാൻ മനസ്സിലാക്കുന്നത് മൊയ്തു ഹാജി പണക്കാരനും വലിയ പ്രതാപവും നാട്ടിലെ അറിയപ്പെടുന്ന വ്യക്തിയൊക്കെ ആണെങ്കിലും അള്ളാഹുവിൻ്റെ പുണ്യഭൂമിയിലെത്തിയപ്പോൾ മൊയ്തു ഹാജി ആരുമല്ല എന്ന് ഒന്നുകൂടി ചെറുതായിക്കൊണ്ട് ഞാൻ സേവകനാണ്, ഈ പുണ്യഭൂമിയിൽ ഞാനൊരു സേവനം ചെയ്യുന്ന ആളാണ് എന്ന രൂപത്തിലായിരുന്നു പെരുമാറിയിരുന്നത്. അതേപോലെ തന്നെ മൊയ്തു ഹാജിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയ ഒരു വിഷയം, തൻ്റെ പ്രിയപ്പെട്ട ഭാര്യക്ക് അദ്ദേഹം ഒരുപാട് സ്നേഹം ഹജ്ജ് കർമ്മത്തിൽ വെച്ചുകൊണ്ട് നൽകിയിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമായിരുന്നു. കാരണം സാധാരണ ഭാര്യ ഭർത്താക്കന്മാർ ഹജ്ജിന് പോയാൽ നാട്ടിൽ നിന്ന് പോകുമ്പോൾ അവർ ഒന്നിച്ചുകൊണ്ടാണ് പോകുന്നതെങ്കിലും പലപ്പോഴും താമസ സ്ഥലത്ത് നിന്ന് ഹറമിലേക്ക് പോകുമ്പോൾ ഭാര്യ ഒരു ഭാഗത്തുകൂടെയും ഭർത്താവ് വേറൊരു ഭാഗത്തുകൂടെയും അതുപോലെ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വെയിറ്റ് ചെയ്യാതെ മറ്റൊരാളെ കാത്തിരിക്കാതെയാണ് പലപ്പോഴും പോകാറുള്ളത്. കാരണം സ്ത്രീകൾക്ക് എല്ലാ വിഷയത്തിലും കുറച്ച് താമസവും ഒരുക്കങ്ങളൊക്കെ ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് തന്നെ നേരത്തെ വഴി കാണിച്ചു കൊടുത്തുകൊണ്ട് ഭർത്താക്കന്മാർ ഭാര്യന്മാരോട് പറയും, നിങ്ങൾ ഈ വഴിക്ക് തന്നെ പോയിട്ട് ഹറമിലേക്ക് പോയിക്കോളൂ, തിരിച്ചു വരുന്ന സമയത്ത് ഇന്ന ഡോറിൻ്റെ അടുത്ത് നിന്നോളൂ. എന്നാൽ വന്യരായ മൊയ്തു ഹാജി ഞാൻ കണ്ടിടത്തോളം നേരത്തെ തന്നെ അദ്ദേഹം ഒളുവെടുത്ത് സജ്ജമായാലും തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ മറിയ എന്ന് വിളിച്ചുകൊണ്ട് പുറത്ത് കാത്തിരിക്കുന്നുണ്ടാവും. കാരണം ആരുമില്ലാത്തൊരു ഭൂമിയിൽ ചെന്നുകൊണ്ട്, പരിചയക്കാരില്ലാത്ത ഭാഷയറിയാത്ത ഒരു ഭൂമിയിൽ ചെന്നുകൊണ്ട് എൻ്റെ ഭാര്യ ഒറ്റപ്പെട്ടു പോവരുത്, അതല്ലെങ്കിൽ ഭാര്യക്ക് ഈ യാത്രക്കിടയിൽ ഹറമിൽ വെച്ചോ പരിസരത്ത് വെച്ചോ ഒന്നും സംഭവിക്കരുത് എന്നുള്ള ദൃഢമായിട്ടുള്ള ഒരു ചിന്ത അദ്ദേഹത്തിനെ ഈ ഒരു നല്ല സ്വഭാവത്തിലേക്ക് നയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തൻ്റെ കുടുംബത്തിന്, തൻ്റെ ഭാര്യക്ക്, തൻ്റെ നാട്ടുകാർക്ക് കഴിവിൻ്റെ പരമാവധി നല്ലത് നൽകിയ ഒരു വ്യക്തിയാണ്. അങ്ങനെ 40 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഹജ്ജ് കർമ്മം കഴിഞ്ഞുകൊണ്ട് തിരിച്ചു പോരുന്നത് വരെ ഞങ്ങൾക്കിടയിൽ എന്തെങ്കിലും തരത്തിലുള്ള വിരോധങ്ങളോ വൈരാഗ്യങ്ങളോ ഇല്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത് മൊയ്തു ഹാജിയുടെ ഏറ്റവും നല്ല സ്വഭാവമാണ്.
മൊയ്തുഹാജി എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ ഉണ്ടായാൽ തന്നെ അത് ഒരു തമാശ രൂപത്തിൽ അല്ലെങ്കിൽ പുഞ്ചിരിച്ചുകൊണ്ടാണ് അതിനെ പ്രതികരിക്കാറുള്ളത്. പുഞ്ചിരിക്കുന്ന ഒരാളോട് ദേഷ്യപ്പെടുന്ന ആൾക്ക് പോലും ഒന്നും പറയാൻ കഴിയുകയില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആ രൂപത്തിൽ അദ്ദേഹം ഈ സമൂഹത്തിന് വേണ്ടി മാതൃകയായിക്കൊണ്ട് ജീവിച്ച് നമുക്കിടയിൽ അദ്ദേഹത്തിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ചെയ്ത് ഈ ഫൈൻ കയറിന് ശില എന്ന് പറയട്ടെ, ഇതിൻ്റെ തുടക്കം ഇവിടെ കുറിച്ചു തന്നു. ഇനി ഈ സ്ഥാപനത്തിൻ്റെ വളർച്ചയും ഉയർച്ചയും നമ്മളെ കൈവശത്തിലാണ്, നമ്മളെ കയ്യിലാണുള്ളത്. തീർച്ചയായിട്ടും ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മൾ ഏറ്റെടുക്കുക ഈ സ്ഥാപനത്തിനെ. മൊയ്തുഹാജിയുടെ ആത്മാവ് നമ്മളെ കൂടെയുണ്ടാവും, മൊയ്തുഹാജിയുടെ മക്കൾ നമ്മളെ കൂടെയുണ്ടാവും, അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടികൾ നമ്മളെ കൂടെയുണ്ടാകും, അദ്ദേഹത്തിൻ്റെ കുടുംബം നമ്മളെ കൂടെയുണ്ടാകും എന്നുള്ളതിൽ നമുക്ക് സംശയമില്ല. കഴിഞ്ഞ കാലം പോലെ തികച്ചും പെട്ടെന്നുള്ള മരണങ്ങളെന്ന് പറയപ്പെടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതൊരു വലിയ ഷോക്കാണ്. പക്ഷേ സർവലോകത്തിൻ്റെ നിഖന്താവ് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ച കാര്യങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള മാറ്റവുമില്ല. ഫലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. വിശുദ്ധ ഖുർആനിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിനെ കുറിച്ച് പറയുന്നത്, ഓരോ മനുഷ്യനും ഈ ഭൗതിക ലോകത്തുള്ള ജീവിതത്തിൻ്റെ നിമിഷങ്ങളും മണിക്കൂറുകളും അല്ലാഹു കൃത്യമായിട്ട് നിശ്ചയിച്ചു വെച്ചതാണ്. അതിൽ നിന്ന് ഒരു മിനിറ്റ് പോലും ഒരാളെയും താമസിപ്പിക്കുകയില്ല, പിന്തിക്കുകയില്ല. ഈ വാക്ക് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മളുടെ ജീവിതത്തിലെ ഓരോ മണിക്കൂറുകളും ഓരോ നിമിഷങ്ങളും ഓരോ ദിവസങ്ങളും കടിഞ്ഞു പോകുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, എൻ്റെ ആയുസ് എപ്പോഴാണോ അവസാനിക്കുന്നത് ആ സമയത്ത് യാത്ര പോകേണ്ടവനാണ് ഞാൻ എന്നുള്ള ഒരു ദൃഢവിശ്വാസം നമുക്കിടയിലുണ്ട് എങ്കിൽ നമ്മൾ ഒരാളെയും സമൂഹത്തിൽ വെറുപ്പിക്കുകയില്ല. മൊയ്തുഹാജി അങ്ങനെയാണ് ജീവിച്ചത്. ഒരാളെയും വെറുപ്പിക്കുന്നതിൽ അദ്ദേഹം താല്പര്യപ്പെടുമായിരുന്നില്ല. അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു തീർക്കും, കൊടുക്കാൻ പറ്റുന്നത് അദ്ദേഹം കൊടുക്കും. അല്ലാതെ ഏതെങ്കിലും ഒരാൾ ഒരു പിരിവുമായിട്ട് കയറി വരുമ്പോൾ വേദനിപ്പിക്കുന്ന രൂപത്തിലുള്ള വാക്കുകളൊന്നും മൊയ്തുഹാജി പറയുകയില്ല. കയ്യിലുള്ളത് കൊടുത്തുകൊണ്ട് അവരെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണല്ലോ പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതാണ് ഏറ്റവും അനിവാര്യമായിട്ടുള്ളതും. അതുകൊണ്ട് നമ്മളൊക്കെ മരിച്ചു പോകേണ്ടവരാണ്. മരണപ്പെട്ടു പോയാലും ഒരുപാട് കാലം നമ്മളെ സ്മരിക്കണം. നമ്മുടെ സമൂഹം നമ്മളെ കൂടെ ഉണ്ടാവണം. അവരുടെ പ്രാർത്ഥന നമുക്കുണ്ടാവണം. അങ്ങനെ ഉണ്ടാകണമെങ്കിൽ ജീവിതകാലത്ത് നമ്മൾ നന്മ ചെയ്തു വെക്കണം. മൊയ്തുഹാജി നമുക്ക് നൽകിയ പാഠം അതാണ്. തൻ്റെ ഞാനിപ്പോഴും ഓർമ്മിക്കുന്നു, തൻ്റെ പേരക്കുട്ടികളോടുള്ള പെരുമാറ്റം പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ചോദ്യചിഹ്നമായി വളർന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെ മക്കളാ. നമ്മളെ മക്കൾ ചോദ്യചിഹ്നമായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. ചില മാതാക്കന്മാർ സങ്കടത്തിൻ്റെ കയത്തിൽ നിന്ന് ഇനിയും കയറിയിട്ടില്ല. കാരണം സ്വന്തം മാതാവിനെ സ്വന്തം മക്കള് കൊല ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. മാതാവിനെ അടിക്കുവാനും ചവിട്ടാനും ഉപ്പാനെ എറിയാനുമൊക്കെ മക്കൾ താല്പര്യപ്പെടുമ്പോൾ എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? കൊച്ചു പ്രായത്തിൽ നമ്മളെ മക്കൾക്ക് നമ്മൾ വാത്സല്യം നൽകാതെ പോയി. ഗൾഫിലൊക്കെ പോയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് മാസാന്തം കിട്ടുന്ന വരുമാനത്തിൻ്റെ മുഖ്യമായ ഭാഗം നമ്മളെ മക്കൾക്ക് വേണ്ടി, നമ്മളെ ഭാര്യയ്ക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി കൊടുത്തയച്ചു എങ്കിൽ നമ്മളെ മക്കൾക്ക് അദബ് കൊടുത്തില്ല, മര്യാദ പഠിപ്പിച്ചില്ല. കുടുംബവുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെടേണ്ടത്, അതുപോലെ തന്നെ അയൽവാസികളോട് എങ്ങനെ പെരുമാറണം, മാതാവിനോട് പെരുമാറേണ്ടത് എങ്ങനെയാ, പിതാവിനോട് പെരുമാറേണ്ടത് എങ്ങനെയാ, ഈ ഒരു പാഠം നമ്മളെ മക്കൾക്ക് നമ്മൾ കൊടുക്കാൻ മറന്നുപോയി. അല്ലെങ്കിൽ
കൊടുത്തില്ല. അതിൻ്റെ പരിണിത ഫലങ്ങളാണ് നമ്മുടെ കൊച്ചു കേരളത്തിൻ്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ സംഭവങ്ങളും. സർവശക്തൻ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വന്നത് MP മൊയ്തു ഹാജിയുടെ ഒരു സ്വഭാവം, 8 6 വയസ്സുള്ള ഒരു പേരക്കുട്ടിക്ക് സന്തോഷം പകർന്നു കൊടുത്തിരുന്ന നിമിഷങ്ങൾ ഞാനിപ്പോഴും ഓർമ്മിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു കുപ്പി മിഠായിയുണ്ട്. ആ കുപ്പി മിഠായി എന്നോട് പറഞ്ഞു, ഇത് എൻ്റെ കൊച്ചു മകനുള്ളതാണ്, എൻ്റെ പേരക്കുട്ടിക്കുള്ളതാണ്. ഒരു പ്രത്യേക ശൈലിയിൽ ആ കൊച്ചുമകനെ അടുത്ത് വിളിച്ചുകൊണ്ട് ഈ മുട്ടായിയുടെ കുപ്പി ആ കുഞ്ഞിൻ്റെ കയ്യിൽ വെച്ചു കൊടുക്കുകയാണ്. എന്തൊരു സന്തോഷമാണ് ആ കുട്ടിക്ക് ലഭിച്ചിട്ടുള്ളത്. പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നിങ്ങളെ പിഞ്ചു മക്കളോട് അഥവാ പിഞ്ചോമന പൈതങ്ങളോട് ലാഇബുഹും 7 വയസ്സ് പൂർത്തിയാകുന്നത് വരെ മക്കളോട് ഒരുമിച്ച് കൊണ്ട് കളിക്കണം. കളിക്കേണ്ട പ്രായത്തിൽ കുട്ടികളെ കളിപ്പിക്കുവാനും കുട്ടികളോട് ചേർന്നുകൊണ്ട് കളിക്കുകയും ചെയ്തുകൊണ്ട് അവരുടെ ഹൃദയത്തിൽ മാതാപിതാക്കന്മാരോടുള്ള സ്നേഹവും അനുസരണയുമൊക്കെ രൂഢമൂലമായിട്ട് കഴിയണം. എൻ്റെ ഉപ്പ എൻ്റെ സ്വന്തമാണ്, എൻ്റെ ഉമ്മ എൻ്റെ സ്വന്തമാണ്. ജീവൻ കൊടുത്തുകൊണ്ടും എൻ്റെ ഉമ്മയെ എൻ്റെ ഉപ്പയെ ഞാൻ നോക്കും, ഞാൻ വളർത്തുമെന്നുള്ളൊരു ചിന്ത മക്കൾക്ക് മാതാപിതാക്കളാകുന്ന നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. പിന്നെ പ്രവാചകൻ പറഞ്ഞു, 7 വയസ്സിന് ശേഷം 7 വയസ്സ് കാലം നിങ്ങളെ മക്കൾക്ക് അദബ് പഠിപ്പിക്കണം, മര്യാദകൾ പഠിപ്പിക്കണം. കുട്ടികളെ കളിപ്പിച്ച് 7 വയസ്സ് വരെ കുട്ടി കളിയൊക്കെ പഠിച്ച് പിന്നെ കളിയോട് കളിയായാൽ പറ്റൂല. കാര്യം പഠിപ്പിക്കാൻ സമയമായി. 7 വയസ്സ് മുതൽ 14 വയസ്സ് വരെ മക്കൾക്ക് അദബ് പഠിപ്പിക്കണം. മാതാപിതാക്കളോടുള്ള പെരുമാറ്റം, അയൽവാസികളോടുള്ള പെരുമാറ്റം, ഉമ്മയോട് പെരുമാറേണ്ടത്, ബാപ്പാനോട് പെരുമാറേണ്ടത്, അധ്യാപകനോട് പെരുമാറേണ്ടത്, അധ്യാപികയോട് പെരുമാറേണ്ടത്, സമൂഹത്തിനോട് മൊത്തത്തിൽ പെരുമാറേണ്ടത് എങ്ങനെയാണെന്ന് മാതാപിതാക്കൾ പഠിപ്പിച്ചു കൊടുക്കണം. ആ പാഠം ഇന്ന് നമ്മളെ കുട്ടികൾക്ക് കിട്ടാതെ പോയി. പിന്നെ പ്രവാചകൻ പറഞ്ഞു, 14 വയസ്സ് പൂർത്തിയായി കഴിഞ്ഞാൽ ഇപ്പൊ പഠിപ്പിച്ച് ഒരുപാട് അറിവ് നമ്മളെ കുട്ടികൾക്കുണ്ട്. 14 വയസ്സ് കഴിഞ്ഞാൽ ആ കുട്ടികളെ നിങ്ങളിനി നിരീക്ഷിക്കണം. നമ്മളെ കുട്ടികൾക്ക് നമ്മൾ സൈക്കിൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഏതാണ്ട് കുട്ടികൾ സൈക്കിളിൻ്റെ ബാലൻസ് ശരിപ്പെട്ടു എന്ന് പരിശോധിക്കാൻ വേണ്ടി കുട്ടിനെ സ്വന്തമായിട്ട് നമ്മൾ സൈക്കിളിൽ കയറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ ദൂരെ നിന്ന് മാറി ശ്രദ്ധിക്കണം. എൻ്റെ കുട്ടി സൈക്കിളിൻ്റെ ഓട്ടം ശരിക്ക് പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടില്ലെങ്കിൽ അപകടം സംഭവിക്കുമല്ലോ. അതുപോലെ ജീവിതത്തിലെ നിർണായകമായ ഓരോ നിമിഷങ്ങളും എൻ്റെ മകൻ എത്രത്തോളം പാഠമാക്കിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാറി നിന്നുകൊണ്ട് വീക്ഷിക്കണം. 14 വയസ്സ് മുതൽ 21 വയസ്സ് വരെയുള്ള 7 വയസ്സ് കാലമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. എന്തിനു വേണ്ടി? സമൂഹം നന്നാകാൻ വേണ്ടി, സമൂഹത്തിൽ നല്ലവരായി ജീവിക്കാൻ വേണ്ടി. അതുകൊണ്ട് മൊയ്തു ഹാജിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിഷയങ്ങളിലൊക്കെ വളരെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ട് ഈ സ്ഥാപനത്തെയും അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയും നമ്മളെയൊക്കെ ഏൽപ്പിച്ചുകൊണ്ട് അദ്ദേഹം നമ്മളോട് വിട ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മരണപ്പെട്ടതിൻ്റെ ശേഷം ഒരാൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്നത് തൻ്റെ മക്കൾ. തീർച്ചയായിട്ടും ഓരോ പിതാക്കന്മാരും മനസ്സിലാക്കണം, നമ്മളുടെ മരണം എപ്പോഴാണ് സംഭവിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. വസിയത്ത് പോലും എഴുതി വെക്കാൻ പറ്റില്ല. ഹബീബ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ രാത്രി കിടക്കുന്ന സമയത്ത് ഒരു വസിയത്ത് പത്രം നിങ്ങളെ തലയണയുടെ ചോട്ടിൽ നിങ്ങൾ എഴുതി വെക്കണം. കാരണം ഇതിൻ്റെ ശേഷം, ഉറക്കിൻ്റെ ശേഷം എന്താണ് നിങ്ങൾക്ക് സംഭവിക്കുക എന്ന് പറയാൻ പറ്റൂല. കാരണം അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സമ്പത്തുകൾ മക്കളുടേതാണ്, ഭാര്യയുടേതാണ്, കുടുംബത്തിൻ്റെതാണ്, ബന്ധപ്പെട്ടവരുടേതാണ്. മരിച്ചവർക്ക് പിന്നെ ഒന്നുമില്ല. അതുകൊണ്ട് മരണപ്പെട്ട മൊയ്തു ഹാജി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ചിന്തകളുണ്ടാവാം, ആരോടും പറയാൻ കഴിഞ്ഞിട്ടില്ല. കാരണം മരണം പെട്ടെന്നായതുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചു. അള്ളാഹു അദ്ദേഹത്തിൻ്റെ കബറിടം വിശാലമാക്കി
ഭവനമാക്കി കൊടുക്കുമാറാവട്ടെ. നിത്യശാന്തിയും സമാധാനവുമുള്ള ഒരു ഭവനമാക്കി അള്ളാഹു മാറ്റി കൊടുക്കുമാറാവട്ടെ. ഭൗതിക ലോകത്ത് അദ്ദേഹം താമസിച്ച ഭവനത്തെക്കാളും സന്തോഷമുള്ള ഒരു ഭവനം സർവശക്തൻ അദ്ദേഹത്തിന് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് നമ്മൾ ഈ സ്ഥാപനത്തിനെ കയ്യിൽ ചേർത്ത് പിടിച്ചുകൊണ്ട്, കൈ പിടിച്ചാൽ പോരാ, നെഞ്ചിനോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഇത് നമ്മുടെ സ്ഥാപനമാണ്. ഇന്ന് നമ്മളുടെ മുമ്പിൽ നിൽക്കാൻ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഹാജി ഉണ്ട്. ഇബ്രാഹിം ഹാജി ഈ ലോകത്ത്, നാട്ടിൽ എക്കാലവും നിലനിൽക്കുകയില്ല. നമ്മളെപ്പോലെ തന്നെ എല്ലാവരും മരിക്കേണ്ടവരാണ്, മരിച്ചു പോകേണ്ടവരാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാലശേഷവും ഈ സ്ഥാപനം എക്കാലവും നിലനിൽക്കണം. വരുന്ന തലമുറകൾക്കൊക്കെയും ഇത് ഉപകാരപ്പെടണം. അതിന് നമ്മൾ ചേർത്ത് പിടിക്കുക, നെഞ്ചോറ് ചേർത്ത് പിടിക്കുക. ആവശ്യമുള്ളതൊക്കെയും ആവശ്യമായ സമയങ്ങളിൽ നമ്മൾ ചെയ്തു പോരുന്നുണ്ട്. പോരാ, ഇനിയും ഒരുപാട് നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി എല്ലാവരും കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഒരു നേതൃത്വത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കാൻ സജ്ജമാവുകയും അതിനുവേണ്ടി നമ്മൾ ഒരുങ്ങുകയും ചെയ്ത നമ്മൾക്ക് സർവശക്തനോട് പ്രാർത്ഥിക്കാം. അള്ളാഹു ഇത് വിജയത്തിൽ നിന്നും വിജയത്തിലേക്ക് എത്തിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ ഈ കൊച്ചു പ്രഭാഷണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വആഖിറു ദഅ്വാഹും അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അടുത്തതായി ജംഷിദ് ടീച്ചർ 12ാം വാർഡ് മെമ്പറെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാവർക്കും അറിയാം, വേദിയിലുള്ള വിശിഷ്ട വ്യക്തികൾ MP മൊയ്തു ഹാജിഖാനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ എനിക്ക് വ്യക്തിപരമായ രീതിയിൽ പരിചയമില്ല. എങ്കിലും ഫൈൻ കെയറിൻ്റെ 2-3 പ്രോഗ്രാമുകളിൽ പങ്കെടുത്തപ്പോൾ നേരിട്ട് കണ്ട് 2-3 വാക്കുകൾ സംസാരിക്കാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. കൂടാതെ സ്കൂളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ സ്ഥിരം പിരിവിനൊക്കെ പോകുമ്പോൾ നല്ല ഒരു ചിരിയും അതേപോലെ മോശമില്ലാത്തൊരു സംഖ്യയും തന്ന് ഞങ്ങളെ സഹായിച്ച ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് മൊയ്തു ഹാജിഖ. അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തെ നന്മകളെക്കുറിച്ച് പറയുവാനും അദ്ദേഹത്തെ ഓർമ്മിക്കുവാനും ഇന്ന് ഫൈൻ കെയർ ഇന്ന് ഇങ്ങനെയൊരു പ്രോഗ്രാം നടത്തിയതിൽ ആദ്യമായി ഞാൻ ഫൈൻ കെയറിന് എൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. ഒരുപാട് കാര്യങ്ങൾ കുറച്ചു മുമ്പ് പറഞ്ഞ അസീസ് ഉസ്താദും അതേപോലെ എല്ലാ വ്യക്തികളും പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും നമ്മൾ ഏറ്റവും വലിയ കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ മരണശേഷം നമ്മെ ഓർമ്മിക്കാൻ ഇതേപോലെയുള്ള നല്ല കാര്യങ്ങൾ പറയുന്ന കുറച്ച് മനുഷ്യരുണ്ടാവുക എന്നതാണ്. ജീവിച്ചിരിക്കുമ്പോൾ നാം എന്ത് എന്നതല്ല ഓരോ മനുഷ്യനും ഓർമ്മിക്കുക. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മെക്കുറിച്ച് ഒരാൾ ഒരു കാര്യം പറഞ്ഞാൽ അത് ജീവിതകാലം മുഴുവനും ആ കുടുംബത്തിന് എന്നും ഓർമ്മിക്കാനുള്ള ഒരു നല്ല മനോഹരമായ കാര്യങ്ങളൊന്നായിരിക്കും. അപ്പോൾ MP മൊയ്തു ഹാജിഖാനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അതേപോലെ നാട്ടുകാർക്കും ഓർമ്മിക്കാൻ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാടെന്ന് പറഞ്ഞാൽ പലതും ഉണ്ടല്ലോ എന്നത് നമുക്ക് ഏവർക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. പിന്നെ ഫൈൻ കെയറിനെ കുറിച്ച് ഇന്ന് നമ്മൾ ഇവിടെ നിൽക്കുന്നത് പോലും അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു സ്ഥലത്താണ് അല്ലേ. ഇപ്പോൾ കുറച്ച് മുമ്പ് ഇബ്രാഹിമൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു ബിൽഡിംഗ് ഏറ്റെടുക്കുന്ന സമയത്ത് അദ്ദേഹം കൊടുത്ത വാക്കുകളും വാഗ്ദാനങ്ങളും അത് തന്നെയാണ് ഈ ഒരു ഫൈൻ കെയറിൻ്റെ വിജയം. ഈ ഫൈൻ കെയർ ഇങ്ങനെ ആക്കാൻ വേണ്ടി അദ്ദേഹത്തിന് നല്ലൊരു പങ്കുണ്ട് എന്ന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിമൊക്കെ പറഞ്ഞപ്പോൾ ഓർമ്മയിലുണ്ട്. കൂടാതെ ഈ ഒരു വേളയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം, 2 ദിവസം മുമ്പ് ഫൈൻ കെയർ പാലിയേറ്റീവിൻ്റെ കീഴിൽ ഹോം കെയറിന് പോകാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. മുമ്പേയുള്ള ഒരു ആഗ്രഹമായിരുന്നു, എങ്കിലും ആ ഒരു ആഗ്രഹം നിറവേറ്റാൻ സാധിച്ചതിൽ ഞാൻ ഇന്ന് അഭിമാനിക്കുന്നു. സത്യം പറഞ്ഞാൽ ഈ ഒരു നിമിഷം വരെ ഞാൻ ഓരോ നിമിഷവും വേദനയോട് കൂടി ഓർമ്മിക്കുന്ന കാര്യത്തിലൊന്നാണ് കേട്ടോ ആ ഒരു ഹോം കെയർ. ഇബ്രാഹിം പറഞ്ഞു ആദ്യ 2 വീടുകളിലൊക്കെ പോയ സമയത്ത് എനിക്കൊരു ആശ്വാസം ഉണ്ടായിരുന്നു. കാരണം നമുക്കൊരു പേടിക്കാനുള്ള സംഭവങ്ങളൊന്നുമില്ല, ആൾക്കാർ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ചെറിയ രീതിയിലുള്ള അസുഖങ്ങൾ മാത്രം. നിമിഷങ്ങൾക്ക് ശേഷം ഓരോ നിമിഷവും പോകുന്ന ഓരോ വീടുകളിലും കാത്തിരുന്ന ഓരോ സന്ദർഭങ്ങൾ അതെങ്ങനെയാണ് വെളിപ്പെടുത്തേണ്ടത് എന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. കാരണം അത് പറയുമ്പോൾ പോലും നമ്മുടെ ശബ്ദം ഇടരും. ആ ഒരു സമയത്ത് ഞാൻ ആലോചിച്ചൊരു കാര്യം ഈ ഒരു ഫൈൻ കെയർ മാനേജ്മെൻറ്റ് നടത്തുന്ന മഹത്തായ ഒരു കാര്യത്തെക്കുറിച്ചാണ് കേട്ടോ. അതേപോലെ ഇവിടെയുള്ള പാലിയേറ്റീവ് വളണ്ടിയേഴ്സ് സിസ്റ്റർ ഷീബ സിസ്റ്ററൊക്കെ ഞാൻ വലിയ രീതിയിൽ ബഹുമാനിക്കുന്നു, ഇബ്രാഹിം. കാരണം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണല്ലോ നമ്മൾ ഈ ഒരു ഫൈൻ കെയർ മുന്നോട്ട് പോകുന്നത് എന്ന് ഓർക്കുമ്പോൾ വലിയ സന്തോഷം.
ചില വീടുകളിൽ പോയിട്ട് എനിക്ക് നോക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ. പക്ഷെ അങ്ങനെ ഒരു മനുഷ്യരാവാൻ പാടില്ല. നമുക്ക് മുമ്പിൽ എന്ത് സാഹചര്യം എപ്പോൾ വരുമെന്ന് പറയാൻ പറ്റില്ല. കുറച്ച് മുമ്പ് നമ്മൾ ആ സിസ്റ്റർ അതൊക്കെ പറഞ്ഞു. കാരണം നമ്മളെ മരണം ഏത് രീതിയിലാണ് കിടക്കുമ്പോൾ വരുമ്പോൾ നമ്മൾ എല്ലാവരും ഏത് നിമിഷം മരണത്തെക്കുറിച്ച് ഓർക്കണം. മുമ്പത്തെ കാലഘട്ടം പോലെയല്ല, വയസ്സൊന്നും ഇപ്പോൾ ഒരു പ്രശ്നമല്ല. ഏത് നിമിഷം നമുക്ക് മരിക്കും എന്ന ഒരു ഉറപ്പുമ്പോൾ നമ്മൾ ജീവിക്കണം. പക്ഷേ ആ ഒരു സ്ഥിതിയിൽ ഇബ്രാഹിം പറഞ്ഞു കുറച്ചും കൂടി ഇത് മുമ്പത്തെ ദിവസങ്ങളിലാണെങ്കിൽ ടീച്ചർ ഞാൻ എടുത്തുകൊണ്ട് പോകേണ്ടി വരും. സത്യം പറഞ്ഞാൽ എനിക്ക് നോക്കാൻ പറ്റാത്ത അവസ്ഥകളിലൂടെ അത് ഇന്നും ഈ ഒരു നിമിഷം എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ തളരില്ല എന്ന് ഞാൻ ഉറപ്പിച്ചിട്ടുണ്ട്. ഇനിയും ഇതേപോലെയുള്ള സേവനങ്ങൾ എന്നെ കഴിയുന്ന രീതിയിൽ എനിക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്നൊരു പ്രതീക്ഷ ഇതോടുകൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2-3 വളണ്ടിയേഴ്സൊക്കെ വിളിച്ച് അഭിപ്രായം ചോദിച്ചു. അവരോട് പറയാൻ പോലും അന്നത്തെ ആ ദിവസത്തിൽ എനിക്ക് സാഹചര്യം ഉണ്ടായിരുന്നില്ല. എങ്കിലും പറയാണ്, ഇങ്ങനെയൊരു ഫൈൻ കെയർ, അത് പേര് പോലെ തന്നെ ആളുകൾ ഓരോ ദിവസവും ഇവരെ വിളിക്കുന്നത് പലതരം കാര്യങ്ങൾക്ക് വേണ്ടി. ഉദാഹരണമായി ഇന്ന് ഇവിടെ ഒരു അനുസ്മരണ പരിപാടി പോലും ഇവർ സംഘടിപ്പിക്കാൻ കാരണം ഇതിന് മുമ്പിൽ പ്രവർത്തിച്ച ഒരു മഹത് വ്യക്തി ഇവിടെ നിന്ന് നമ്മെ വിട്ടു പോയത് കൊണ്ട് അദ്ദേഹത്തെ ആ ഒരു വിട പറയലിലൂടെ അവർ അവിടെ നിർത്തിയിട്ടില്ല. അവർ ഓർമ്മിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു വേദി സംഘടിപ്പിച്ചതുപോലെ തന്നെയാണ് ഫൈൻ കെയറിൻ്റെ ഓരോ പ്രോഗ്രാമും മുന്നോട്ട് പോകുന്നത്. അന്ന് തന്നെ കല്ലേരിയിൽ നിന്നും മറ്റു ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഓരോ ആൾക്കാർ വിളിക്കുമ്പോൾ സത്യത്തിൽ എനിക്ക് അത്ഭുതമാണ് കേട്ടോ വന്നത്. പക്ഷെ ഞങ്ങൾ ആ വണ്ടി അന്ന് പോകാൻ സമയമില്ലായിരുന്നു, വൈകുന്നേരത്തോടു കൂടി. പക്ഷെ ഇബ്രാഹിക്കാനെ വിളിച്ച സമയത്ത് ഇബ്രാഹിക്ക പറഞ്ഞു വേറൊരു വണ്ടി സംഘടിപ്പിച്ചിട്ട് ഇവരവിടെ എത്തിയിട്ടുണ്ട്. ശരിക്കും ഓരോ ദിവസവും അത്ഭുതകരമായ പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്ന ഈ ഒരു മാനേജ്മെൻറ്റിന് ഇന്നത്തെ ഈ ഒരു ദിവസം എന്നെ ക്ഷണിച്ചതിൽ എൻ്റെ ഹൃദ്യമായ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്തതായി അനന്തേട്ടനാണ്. അനന്തേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊയ്തു ഹാജിയുടെ സഞ്ചത സഹചാരിയാണ്. ഇവിടെ വന്നതിന് ശേഷം അനന്തേട്ടനെ കണ്ടു കഴിഞ്ഞാൽ മൊയ്തുഹാജിനെ കാണാം, മൊയ്തുഹാജിനെ കണ്ടു കഴിഞ്ഞാൽ അനന്തേട്ടനെ കാണാം. അത്രയും സുഹൃത്ത് ബന്ധം കാത്ത് സൂക്ഷിച്ച അനന്തേട്ടനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. മരണം എല്ലാവരെയും സമീപിക്കുന്നു. എന്നാൽ ചിലരുടെ മരണം, പെട്ടെന്നുള്ള മരണം വല്ലാതെ ആഘാതമുണ്ടാക്കുന്നു. ഈ ആഘാതം പൂർണ്ണമായി ഏറ്റുപാവുന്നവനാണ് ഞാനും. ഏകദേശം ഒരു 60 കൊല്ലത്തെ ബന്ധം ഞാനും മൊയ്തു ഹാജിയായും ഉണ്ട്. യാതൊരു പോറലും മേൽക്കാത്ത ഒരു ബന്ധമായിരുന്നു അത്. എൻ്റെ എല്ലാ പ്രശ്നങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയും എൻ്റെ ഒരു രക്ഷിതാവ് കൂടിയായിരുന്നു അദ്ദേഹം. ഞങ്ങളുമായിട്ട് സുഹൃത്ത് ബന്ധം മാത്രമല്ല, സഹോദര ബന്ധം മാത്രമല്ല, ഒരു രക്ഷിതാവ് കൂടിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ മരണം എന്നെ വാസ്തവത്തിൽ പെട്ടെന്നുള്ള മരണമായിരുന്നു. അതുകൊണ്ട് വല്ലാത്ത ദുഃഖം അനുഭവപ്പെടുന്നു. 13-ാം വയസ്സിൽ അദ്ദേഹം ഈ രാജ്യം വിട്ടവരാണ്. വേദനകളും യാതനകളിലും വേണ്ടുവോളം അനുഭവിച്ചതിന് ശേഷം ഈ പ്രദേശത്തെ ആദ്യത്തെ ഒരു സമ്പന്നനായി അദ്ദേഹം മാറി. ആ സാമ്പത്തികം കൊണ്ട് ഈ അദ്ദേഹത്തിൻ്റെ കരസ്പർശം ഏൽക്കാത്ത ഒരു മണ്ഡലങ്ങളും ഈ പ്രദേശത്തുണ്ടായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ തുടർന്നുള്ള പരലോക ജീവിതത്തിന് ധന്യമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അടുത്തതായി മൂസ ഹാജി സംസാരിക്കുന്നതായിരിക്കും. എം പി മൊയ്തു ഹാജി എൻ്റെ ഒരു വലങ്കൈയായിരുന്നു. എനിക്ക് എന്തൊരാവശ്യമുണ്ടെങ്കിലും ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി നിറവേറ്റലുണ്ടായിരുന്നു. അദ്ദേഹം നമ്മളെ കുരിക്കിലാടിൻ്റെ ഒരു മുഖമായിരുന്നു എം പി മൊയ്തു ഹാജി. കാരണം എം പി എന്ന് പറഞ്ഞാൽ അറിഞ്ഞുകൂടാത്ത വ്യക്തിത്വങ്ങൾ ഇവിടെ ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ ഇവിടേക്കൊക്കെ അറിയാം, അദ്ദേഹം ചാരിറ്റി നടത്തുന്നത് ഇന്നൊന്നല്ല. 40-40 വർഷം മുമ്പ് നമ്മുടെ പള്ളിയിൽ ജലക്ഷാമം ഉണ്ടായപ്പോൾ അദ്ദേഹത്തിൻ്റെ ചെലവിൽ അദ്ദേഹം ഒരു കിണർ കുഴിച്ചായിട്ട് ഞാനിപ്പോൾ ഓർമ്മിക്കുകയാണ്. ഫുള്ളായിട്ട് അന്ന് ഇബ്രാഹിക്കായിരുന്നു അവിടുത്തെ പ്രസിഡൻറ്റ്. അപ്പോൾ ഇബ്രാഹിമൊക്കെ പറഞ്ഞു മൊയ്തു എനിക്കൊരു കിണർ വേണം, വെള്ളത്തിന് ക്ഷാമെന്ന് പറഞ്ഞപ്പോൾ അപ്പം തന്നെ മൊയ്തു ഹാജി അതിൻ്റെ സാമ്പത്തിക കൊടുക്കുകയും അത് പൂർത്തീകരിക്കുവാനും അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. മറ്റൊന്ന് 24 മണിക്കൂറും അല്ലെങ്കിലും ഒരു രാത്രി ഒരു 10-11 മണിയാവും ഇവിടെ ഗേറ്റ് പൂട്ടാൻ. ഏതൊരു പിരിവിന് പോയാലും അദ്ദേഹം ആരെയും മടക്കുകയില്ല. പ്രത്യേകിച്ച് ഞാനൊക്കെ ഒരുപാട് പൈസ അദ്ദേഹത്തിനോട് പിരിവ് വാങ്ങിച്ചിട്ടുണ്ട് പല ആവശ്യത്തിനും വേണ്ടിയിട്ട്. അദ്ദേഹം ഒരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയില്ലെങ്കിലും അദ്ദേഹം ഒരു തികഞ്ഞ ഒരു രാഷ്ട്രീയ
മൂല്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല, ഒരുപാട് ആളുകൾ സമയമായതുകൊണ്ട് തന്നെ ഇനിയും ഒരുപാട് വിഷയങ്ങൾ മൊയ്തുഭായിയെ പറ്റി പറയാനുണ്ട്. ഞാൻ മരിക്കുന്നതിൻ്റെ 4 ദിവസം മുമ്പേ അദ്ദേഹം എന്നെ വിളിപ്പിച്ചിരുന്നു 1-2 വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ. അതൊക്കെ ചർച്ച ചെയ്തു. മരിച്ചപ്പോൾ തന്നെ എന്നെയാണ് ഈ ആശ്മിക്കൊക്കെ എന്നെ വിളിക്കുന്നത്. ഞാനും വാസുവേട്ടനൊക്കെ മരിച്ച് 10 മിനിറ്റിനുള്ളിൽ നമ്മുടെ അഞ്ചേട്ടനൊക്കെ അവിടെ എത്തിയിട്ടുണ്ട്. ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പരലോക ജീവിതം സുഖമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ സംസാരത്തിൽ അയൽവാസിയായ അപ്പോൾ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. മരണം എപ്പോഴും ദുഃഖകരമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ദുഃഖം തോന്നിയ ഒരു നിമിഷമാണ് ഇബ്രാഹിക്കയുടെ മൊയ്തു ഹാജിയുടെ മരണം. മൊയ്തു ഹാജി എന്തിനേയും പോസിറ്റീവായിട്ട് കണ്ടതാണ്. അദ്ദേഹം മരണത്തെ മുൻകൂട്ടി കണ്ടെന്നും അദ്ദേഹം ജീവിതത്തിൽ നിന്ന് പിന്മാറാൻ തീരുമാനിച്ചെന്നൊന്നും പറയുന്നത് ശരിയല്ല. അദ്ദേഹം മരിക്കുന്നതിൻ്റെ കുറച്ച് ദിവസം മുമ്പ് തൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് 5 വർഷത്തേക്ക് കൂടി നീട്ടാൻ വേണ്ടി ഒരു വ്യക്തിയെ സമീപിച്ചത് എനിക്കറിയാം. അങ്ങനെ പല കാര്യത്തിലും എപ്പോഴും അധ്വാനിച്ചുകൊണ്ടിരിക്കുക, എപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുക, കാണുന്നവരോടൊക്കെ വളരെ സ്നേഹത്തോടെ സംസാരിക്കുക, അങ്ങനെയൊക്കെ ചെയ്ത ആ മഹത്തായ MP മൊയ്തു ഹാജിയുടെ സ്മരണയ്ക്ക് മുമ്പിൽ, ദീപ്തമായ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അടുത്തതായി മഴവിൽ റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി രാജേട്ടനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നാം ഇന്നിവിടെ ഒത്തുചേർന്നിരിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ മൊയ്തു ഹാജിയുടെ ഓർമ്മ അനുസ്മരിപ്പിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ സാധാരണഗതിയിൽ ഏതൊരു മനുഷ്യനെ ജനിച്ചാലും മരണം അനിവാര്യമാണ്. എന്നാൽ നമ്മുടെ മൊയ്തു ഹാജി നമ്മുടെ വീട്ടിൽ പോയത് നമുക്ക് അംഗീകരിക്കാനോ അല്ലെങ്കിൽ അത് ഓർമ്മിക്കാനോ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. ഞാനും അദ്ദേഹവുമായി വളരെ കുറഞ്ഞ കാലത്തെ പരിചയം മാത്രമേ ഉള്ളൂ. പല കാര്യങ്ങളും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അവസരത്തിൽ അദ്ദേഹം ഞാൻ വളരെ ചെറുപ്പം തന്നെ നാട് വിട്ട വ്യക്തിയാണ്. ഏകദേശം 1964 തന്നെ ഞാനിവിടെ നിന്ന് വിദേശത്തേക്ക് പോയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ എനിക്ക് മനസ്സിലായത് നല്ലൊരു മനുഷ്യസ്നേഹിയും അതേപോലെ തന്നെ കഠിനാധ്വാനിയും കൂടിച്ചേർന്ന ഒരു സ്വഭാവ വൈശിഷ്ട്യത്തിൻ്റെ ഉടമയായിരുന്നു അദ്ദേഹം എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ പല കാര്യങ്ങളിലും നമ്മുടെ മുൻ പ്രാസംഗികന്മാർ അനുസ്മരിച്ച് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്കെല്ലാവർക്കും വ്യക്തമായ ഒരു കാര്യമാണ് ഒരു വ്യക്തിത്വത്തിൻ്റെ, ഒരു പ്രത്യേകമായ വ്യക്തിത്വത്തിൻ്റെ, അതേപോലെ തന്നെ മനുഷ്യസ്നേഹത്തിൻ്റെ, അതേപോലെ തന്നെ നിശ്ചയദാർഢ്യത്തിൻ്റെ, അതോടൊപ്പം കാരുണ്യത്തിൻ്റെയൊക്കെ പ്രതീകമായിട്ടാണ് നാം അദ്ദേഹത്തെ കാണുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മരണം അനിവാര്യമാണ്. സോക്രട്ടീസ് എന്ന് പറയുന്ന ആ പഴയ പണ്ഡിതൻ മരിക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തെ വിഷം കൊടുത്ത് കൊല്ലാൻ വേണ്ടിയുള്ള ഒരു തീരുമാനമെടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ചുറ്റും കൂടിയിരുന്ന സുഹൃത്തുക്കൾ കരഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചിരുന്നു, നിങ്ങൾ എന്തിനാണ് കരയുന്നത്? ഞാനല്ലേ കരയേണ്ടത്? കാരണം എനിക്ക് നിങ്ങളെ ഒന്നും കാണാൻ കഴിയില്ലല്ലോ. അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ്. പക്ഷേ ആ ഒരു വാക്യം നമുക്ക് എല്ലാ കാര്യത്തിലും അനുവർത്തിക്കാനോ അല്ലെങ്കിൽ അത് മനസ്സിലാക്കി പ്രവർത്തിക്കാനോ നമുക്ക് കഴിയില്ല. കാരണം നമ്മളെ ഉറ്റവരും ഉടയവരും ബന്ധുക്കളുമായ സുഹൃത്തുക്കളുമായ നമ്മുടെ നമുക്ക് മനസ്സിന് വളരെയധികം സ്നേഹം നൽകുന്ന വ്യക്തികളുടെയൊക്കെ വേർപാട് നമുക്ക് വളരെയധികം വേദന ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ജനിച്ചാൽ മരണം സുനിശ്ചിതമാണ്. നമുക്കെല്ലാവർക്കും ആ ഒരു കാര്യത്തിൽ സമാധാനിച്ചുകൊണ്ട് മൊയ്തു ഹാജി നമുക്ക് വേണ്ടി കാഴ്ചവെച്ച അദ്ദേഹം പിന്തുടർന്ന് വന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ സ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതോടൊപ്പം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും ഉണ്ടായ വേർപാടിൽ പങ്കുചേരുന്നതോടൊപ്പം അദ്ദേഹത്തിന് പരേതൻ്റെ ആത്മാവിന് ശാന്തിയും സമാധാനവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം. അടുത്തതായി PTK റഫീഖ് സംസാരിക്കുന്നതായി. ഇന്ന് നാം അനുസ്മരിക്കപ്പെട്ടത് MP മൊയ്തു ഹാജി എന്ന വ്യക്തിയാണ്. എന്തുകൊണ്ട് ഇന്ന് MP മൊയ്തു ഹാജിയെ അനുസ്മരിച്ചു? ഒരുപാട് എന്നെക്കാണൽ മുന്നേ വന്ന, കാരണം വെച്ചാൽ സ്റ്റേജിൽ പോലും കയറാൻ ഞാൻ ഉള്ളത് ആളോ എന്നാണ് സ്റ്റേജിൽ വരെ കയറാതിരുന്നത്. ഇതിന് മുമ്പ് വന്ന മുഴുവൻ പ്രാസംഗികന്മാരും MP മൊയ്തു ഹാജിയെ അനുസ്മരിച്ചു. എന്തുകൊണ്ട്? ആ ഒരു വലിയ അടയാളപ്പെടുത്തൽ ഉള്ളത് കൊണ്ട് എന്ന് നമുക്ക് ചുരുക്കത്തിൽ പറയാം. എങ്ങനെ അടയാളപ്പെടുത്തി? എങ്ങനെയാണ് അദ്ദേഹം അടയാളപ്പെടുത്തിയത്? നമ്മുടെ നാട്ടിൽ നമുക്കറിയാം ഒരുപാട് പേര് ജീവിച്ചിട്ടുണ്ട്, ഒരുപാട് പേര് മരണപ്പെട്ടിട്ടുണ്ട്. പക്ഷേ
ആ നിമിഷം മരണദിവസം അല്ലെങ്കിൽ 3-ാം ദിവസം ഓർമ്മിക്കപ്പെടും. പിന്നീട് ആരും ഓർക്കാതെ അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒന്നും ഓർക്കാതെ അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകും. എനിക്ക് എൻ്റെ സദസ്സിനോട് ഉള്ള ആളോട് എനിക്ക് പറയാനുള്ളത്, നേരത്തെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ തന്നെ നാം ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരടയാളപ്പെടുത്തൽ, അത് എങ്ങനെയാവാം. സാമ്പത്തികമായി നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഒരു പുഞ്ചിരി കൊണ്ടുപോലും നമുക്ക് അങ്ങനെ അടയാളപ്പെടുത്തി പോകാം. അല്ലാതെ മനസ്സിൻ്റെ ഉള്ളിൽ ഉള്ള എന്താ പറയുക, ഈ വേണ്ടാത്ത കാര്യങ്ങൾ അതൊക്കെ ഒഴിവാക്കി നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മളെല്ലാവരും മരിക്കണ്ടാവും. ഇന്ന് മൊയ്തു ഹാജി മരണപ്പെട്ടു, നാളെ ഈ പറയുന്ന ഞാനും ഈ കേൾക്കുന്ന നിങ്ങളും ഈ ലോകത്തോട് വിട പറയേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ ഒരു അടയാളപ്പെടുത്തൽ നമുക്ക് നിർബന്ധമാണ്. നാം ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യം നാം ചെയ്യുക. ആ ചെയ്തത് കൊണ്ട് നമുക്ക് വലിയൊരു കാര്യം, ഇതുപോലെയുള്ള അനുസ്മരണങ്ങളും ഓർക്കലും നമുക്ക് വേണ്ടുന്ന ദുആയും അതുപോലെ തന്നെ നമുക്ക് എന്നും ഓർക്കപ്പെടുന്ന പല സംഗതികളും മൊയ്തു ഹാജി ചെയ്തു വെച്ചിട്ടാണ് മൊയ്തു ഹാജി പോയത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു കിണർ, അതൊരു വലിയ കാര്യമാണ്. നമുക്കൊരു ചെറിയ കാര്യമല്ല കുടിവെള്ളം എന്നത്. ആ കുടിവെള്ളം ഇന്ന് നിലവിൽ എൻ്റെ ഓർമ്മയിൽ ഒന്ന് കക്കാടപ്പള്ളിയിലുള്ള പുതിയ കിണറും കുരിക്കലാട് മദ്രസയുടെ മുമ്പിലുള്ള ഒരു കിണറുമാണ്. ആ കിണർ ഏത് കാലം നിലനിൽക്കുമോ, ആ കിണറിൽ നിന്ന് ആരൊക്കെ വെള്ളം കുടിക്കുമോ എന്നും ഓർക്കപ്പെടും മൊയ്തു ഹാജിയെ. അങ്ങനെ പല പല സംഗതികളും മൊയ്തു ഹാജിയെ പറ്റി പറയാൻ ഒരുപാടുണ്ട്. കാരണം ഞാൻ എൻ്റെ കുട്ടിക്കാലം മുതൽ എൻ്റെ വീട് പോലെ ഒരു ലൈസൻസും ഇല്ലാതെ എവിടെയും കയറി ഇറങ്ങാനും എന്നെ മകനെ പോലെ കണ്ട് സ്നേഹിക്കുകയും വളർത്തുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് മൊയ്തു ഹാജി. വളരെയധികം സങ്കടമുണ്ട്. എന്നിരുന്നാലും ഇനിയും ആൾക്കാരിവിടെ സംസാരിക്കാനുള്ളത് കൊണ്ട് തന്നെ അധികം ദീർപ്പിക്കുന്നില്ല. ഈ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ച ഫൈൻ കെയറിന് എല്ലാവിധ ആശംസകളും നേരുകയും അതുപോലെ തന്നെ നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയ മൊയ്തു ഹാജിയെ ഓർക്കുകയും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് ആത്മാർത്ഥമായി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. അടുത്തതായി യൂസഫ് മുസ്ലിയാരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പേരെടുത്ത് പറയുന്നില്ല. വേദിയിലിരിക്കുന്ന ഉമ്മമാർ, ജ്യേഷ്ഠാനുജന്മാർ, മാതാപിതാക്കൾ, നമ്മൾ ഇന്നിവിടെ ഒരുമിച്ച് കൂടിയത് ബഹുമാനപ്പെട്ട മർഹൂം മൊയ്തു ഹാജിയുടെ ഓർമ്മകൾ അയവിറക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത്. എനിക്ക് മൂപ്പറുമായിട്ട് ഞാൻ എൻ്റെ തറവാട്ട് കോറോത്ത് താമസിക്കുന്ന കാലത്ത് അതിൻ്റെ മേലെ ചാലിമീത്തിലാണ് അയാൾ താമസിച്ചിരുന്നത്. അപ്പോൾ ഞാൻ MM ഹൈസ്കൂൾ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അയാൾ ആദ്യം ഗൾഫിൽ നിന്ന് വന്നത്. ഞാൻ നിർത്തും. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അയാൾ ഗൾഫിൽ നിന്ന് വന്നത്. വന്ന് 3ാമത്തെ ദിവസം എൻ്റെ വീട്ടിൽ വന്നു. വരുമ്പോൾ ഒരു ഷർട്ടിൻ്റെ തുണിയും ഒരു സോപ്പ് ഉപ്പാക്കെല്ലാം കൊണ്ടുവന്ന് കുറേ കാര്യങ്ങൾ സംസാരിച്ച് അയാൾ അങ്ങ് പോയി. പിന്നെ അയാൾ ഇങ്ങനെ മാറി മാറി വീടെടുത്തു. ഇപ്പം അടുത്ത് ഈ നോമ്പ് 20-ന് ഞങ്ങളെ മതപരമായിട്ടുള്ള ഒരു പ്രസംഗം ഞാൻ ആദംപള്ളിയിൽ നിന്ന് ചെയ്തിരിക്കുന്നു. ഞങ്ങൾക്ക് 10:45 ആയിക്കത് തീരുമ്പോൾ കഴിഞ്ഞ ഉടനെ ഇയാൾ അവിടെ നിസ്കരിക്കാൻ പോകും ആദംപള്ളിയിൽ. എൻ്റെ അരിയത്ത് വന്നിട്ട് പറഞ്ഞ് നമുക്ക് ഒന്നായിട്ട് പോകാം, സമയം കുറേ വഴിക്ക് നായുണ്ട്, അതുകൊണ്ട് ഞാൻ വാഹനത്തിൽ നിങ്ങളെ വീട്ടിലിറക്കി തരുമെന്ന്. എന്നാൽ ഞാൻ പറഞ്ഞു വേണ്ട, അത് ഞാനും ബഹുമാനിക്കാം. അത് ശരിയാവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നാളെ പ്രാർത്ഥന കഴിഞ്ഞ് പോകുമ്പോൾ എന്നെ കാറിൽ കയറ്റി എൻ്റെ വീട്ടിലിറക്കി തന്നതിന് അന്വേഷണം പറയാം എനിക്ക് 2-3 കാര്യങ്ങൾ പറയേണ്ടിയിട്ട് നിങ്ങൾ പോകല്ല എന്ന് പറഞ്ഞു. 2 കാര്യങ്ങൾ പറഞ്ഞ് ലാസ്റ്റ് അയാൾ പറഞ്ഞു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അത് തന്നെ 2-3 വട്ടം ആവർത്തിച്ച് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇതെന്താ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചു. ഒന്നുമില്ല, എനിക്ക് ചില പ്രയാസങ്ങളുണ്ട് എന്ന് പറഞ്ഞു. ആയിപ്പോൾ ഞാൻ പറഞ്ഞു അള്ളാഹു നിങ്ങളെ സഹായിക്കട്ടെ, നിങ്ങളെ ആഗ്രഹങ്ങൾ നിറവേറ്റിത്തട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ തിരിച്ചു പോയി. പിന്നെ ഇപ്പം ഞാൻ അയാളെപ്പം നോക്കും ഇങ്ങനെ പള്ളിയിൽ നിന്നല്ലോ. അപ്പോൾ അയാൾ പ്രത്യേക ഒരു സ്വഭാവമാണ്. 5-6 മാസമായിട്ട് പ്രത്യേക ഒരു പെരുമാറ്റവും ഒരു സ്വഭാവം. അപ്പോൾ ഞാൻ ഇരിക്കുകയാണെന്ന് ഇങ്ങനെ പെട്ടെന്നൊരു മാറ്റം ഞാൻ ഇങ്ങനെ മനസ്സിന് മരിക്കുന്നതിൻ്റെ അടുത്ത വെള്ളിയാഴ്ച കടക്കാട്ടപ്പള്ളിയിൽ ഞാൻ ഇങ്ങനെ ആളെ നോക്കി. പ്രത്യേകമുള്ളൊരു കാര്യം ഇതല്ല. അയാളുമായിട്ട് കൂടുതൽ ബന്ധമുള്ള ആളാണ് അനന്തേട്ടൻ അല്ലോ. അപ്പോൾ ഇവർക്ക് 30 സ്വഭാവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഞാൻ ഹജ്ജിന് പോകുന്ന ദിവസം രാവിലെ 10 മണിക്ക് വന്നിട്ട് ഉച്ചവരെ ആടെ നിന്ന് ഭക്ഷണം കഴിച്ചിങ്ങ് പോകുന്നു. രാത്രി പിന്നെയും വന്ന് ഞാൻ ചോദിച്ചാൽ ഇതൊക്കെ അല്ല അത് പിന്നെ നിങ്ങൾ സൗഹാർദ്ദമായിട്ട് നല്ല സന്തോഷത്തിൽ പോയിട്ട് തിരിച്ച് എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഹജ്ജിന് പോയി തിരിച്ച്
വീട്ടിൽ വന്ന് പിറ്റേന്ന് രാവിലെ അയാൾ വന്ന് ചെന്ന് കഴിഞ്ഞാൽ യാത്രയെല്ലാം സുഖമായോ എന്ന് ചോദിച്ചു. അവൻ എല്ലാം സുഖമായോ, അങ്ങനെ അയാൾ ചില കാര്യങ്ങളും പറഞ്ഞു. അങ്ങനത്തെ നമ്മുടെ ഇടാലിയിൽ സുഖമായി ജീവിച്ച് സുഖമായി മരിച്ച ഒരു വ്യക്തി, മഹാവ്യക്തിയാണ് പിന്നെ മൊയ്തു ഹാജി. ഏതാളോട് എങ്ങനെ പെരുമാറണമെന്നും ധനികനോട് എങ്ങനെ പെരുമാറണം എല്ലാം അയാൾക്കറിയാം. അയാൾക്ക് വിദ്യാഭ്യാസമൊന്നും വേണ്ട. അയാൾ നല്ലൊരു സലസ്വഭാവത്തിൻ്റെ ഉടമയാണ്. ഇവിടുന്ന് പറഞ്ഞതുപോലെ ഒരിക്കലും ദേഷ്യം പിടിക്കാത്ത ഒരു വ്യക്തിയാണ് മൊയ്തു ഹാജി. അദ്ദേഹത്തിൻ്റെ ജീവിതം പോലെ തന്നെയാണ് ഇവിടെ മരണവും ഉണ്ടായത്. നല്ല സന്തോഷപരമായിട്ടുള്ള ഒരു മരണമാണ്. ആർക്കും ഒരു ബുദ്ധിമുട്ടും അയാളെ കൊണ്ട് ഉണ്ടായിട്ടില്ല. നല്ല സുഖകരമായി നമ്മുടെ ഇടയിൽ നിന്ന് വിട്ടു പിരിഞ്ഞു പോവുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ സർവശക്തനായ അള്ളാഹു അദ്ദേഹത്തിൻ്റെ പരലോക ജീവിതം സന്തോഷമാക്കി കൊടുക്കട്ടെ, ആഗ്രഹം വെളിച്ചമാക്കി കൊടുക്കട്ടെ. ഈ പാലിയേറ്റീവ്, ഈ കൊളുത്തി വെച്ച ഈ വിളക്ക് ബഹുമാനപ്പെട്ട നമ്മുടെ ഇപ്പോൾ നമ്മുടെ ഇടയിലെ രഹമത്ത് ഇബ്രാഹിം ഹാജിയാണ് ഇത് നിയന്ത്രിക്കുന്നതും ഇത് കൊണ്ടുപോകുന്നതെല്ലാം. അപ്പോൾ അദ്ദേഹത്തിന് ഇബ്രാഹിം ഹാജിക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ആരോഗ്യവും ആയുസ്സും എന്നും ഉണ്ടാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനമുള്ളവരെ, വളരെ സുദീർഘമായി ഒരുപാട് ആൾക്കാർ സംസാരിച്ചു. എല്ലാവരും സംസാരിച്ചത് വളരെ ഗാഢമായി ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ്. ആ പുസ്തകം വായിച്ച് തീരുന്നതോടുകൂടി നമ്മുടെ ജീവിതം അവസാനിക്കുകയാണ്. അതുപോലെ നല്ല പാഠങ്ങൾ പഠിച്ചുകൊണ്ട് മൊയ്തു ഹാജിയുടെ ജീവിതം അവസാനിച്ചു. പക്ഷേ ഇത്ര പെട്ടെന്ന് നമ്മളിൽ നിന്ന് വിട്ട് പിരിഞ്ഞു പോകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ മരണം വളരെ സന്തോഷകരമായി എന്നാണ് ഞാൻ ഈ വേളയിൽ പറയുക. കാരണം കാലത്ത് 9 മണി മുതൽ ചിലപ്പം രാത്രി 9 മണി വരെയും ഒരുപാട് പ്രയാസങ്ങൾ നിറഞ്ഞ രോഗികളെ അടുത്ത് കാണുന്നവനാണ് എന്നും ഇപ്പോൾ 2 വർഷത്തിൻ്റെ ഉള്ളിലായിട്ട്. അത്തരം രോഗികളുടെ ഓരോ കിടപ്പും ഓരോ മണിക്കൂറുകളും നീളുന്നത് കാണുമ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ ഓരോ ദിവസവും എന്നിലുണ്ടായിട്ടുണ്ട്. അത്ര പ്രയാസങ്ങളൊന്നുമില്ലാതെ ദൈവാനുഗ്രഹം കൊണ്ട് മാത്രം വളരെ ചിട്ടയോടുകൂടി ജീവിക്കുകയും എന്ത് ചെയ്യണം, എങ്ങനെ ജീവിക്കണം, എങ്ങനെയാണ് സമൂഹത്തിൽ ഇടപെടേണ്ടത് എന്നൊക്കെ ഒരു വലിയ പണ്ഡിതനെ പോലെ ഇവിടെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്ത് ഒരുപാട് ഹൃദയങ്ങൾ തുറന്ന് സംസാരിച്ച് നമ്മൾ കേട്ടു. ആ ഒരു പാഠം നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതം ആ ഇസ്തിരി തുളിയാതെ കണ്ട് അദ്ദേഹം മരിച്ച് ഏതാനും മണിക്കൂറുകൾ കൊണ്ട് അദ്ദേഹം ഖബറിലടക്കപ്പെട്ടു. ഇതെല്ലാവർക്കും കിട്ടുന്നൊരു ഭാഗ്യമല്ല. ജീവിച്ച് മരിച്ച അദ്ദേഹത്തെ വാനോളം പുകഴ്ത്തുവാൻ തോന്നുകയാണ്. കാരണം മരിക്കുക എന്നുള്ളത് ഒരു അനുഗ്രഹമാണ്. ആ മരണം എങ്ങനെയായിരിക്കണം എന്ന് ചിലപ്പോൾ നമ്മൾ ആഗ്രഹിച്ചാൽ ചിലപ്പോൾ നമ്മൾക്കത് സാധിച്ചു കൊള്ളണമെന്നില്ല. അത്തരം ഒരു മരണം ചോദിച്ചു വാങ്ങിയ അദ്ദേഹത്തെ ദൈവാനുഗ്രഹം എന്നേ നമുക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് തന്നെ കൂടുതൽ പറഞ്ഞ് ഇവിടെ സമയം കളയാൻ ഉദ്ദേശിക്കുന്നില്ല. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു യോഗത്തിന് ഇവിടെ 4 മണിക്ക് തന്നെ എത്തുകയും ഇതുവരെയും നമ്മുടെ ശബ്ദങ്ങൾ ശ്രവിച്ചുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം ഇരുന്ന എല്ലാവരെയും സ്മരിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ വളണ്ടിയേഴ്സ്, മറ്റ് കമ്മിറ്റി ഭാരവാഹികൾ, ഇതിന് വേണ്ടി സമയം ചെലവഴിച്ചവർ, മറ്റ് എല്ലാവർക്കും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ യോഗം പിരിച്ചുവിട്ടതായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമസ്കാരം.